السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد. ആദരവുള്ള സയ്യിദന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, സമസ്തയുടെയും പോഷക സംഘടനകളെയും കർമ്മധീരരായ പ്രവർത്തകരെ, നേതാക്കളെ, മാനവ നന്മയ്ക്ക് മതവിജ്ഞാനമെന്ന ഏറ്റവും നല്ല മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി അതിന്റെ 6 മേഖലകളിലായി നടന്ന മേഖലാ ക്യാമ്പുകളുടെ സമാപനം എന്ന നിലക്കാണ് ഇന്ന് നമ്മുടെ കോട്ടക്കൽ മേഖലയുടെ ഈ സമാപന സെഷനോടുകൂടി ആ വലിയ ഒരു ക്യാമ്പിന് ഇവിടെ അവസാനിക്കുകയാണ്. ഈ മഹത്തരമായ ഈ ക്യാമ്പിൽ സമാപിക്കുമ്പോൾ തന്നെ വർത്തമാനകാല സാഹചര്യത്തിലെ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും ബഹുമാനമുള്ള നേതാക്കന്മാർ ഈ വേദിയിൽ, ഈ സദസ്സിൽ അനാവരണം ചെയ്യും. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്ന ഉത്തമമായ ലക്ഷ്യമാണ് ബഹുമാനപ്പെട്ട ഉലമാക്കൾക്കുള്ളത്, പണ്ഡിതന്മാർക്കുള്ളത്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്ത പരിശുദ്ധ ഇസ്ലാം, അന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദൗത്യം അന്ന് കാലത്തുള്ള പണ്ഡിതന്മാരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞത്, ഇവിടെ ഉള്ളവർ ഇല്ലാത്തവർക്ക് സന്ദേശം കൈമാറണം, എത്തിച്ചു കൊടുക്കണം. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം അതിൽ ഉറപ്പാണ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്ത ദീനിനെ അതിന്റെ വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ അത് തനതായ ശൈലിയിൽ തന്നെ ഈ ഉമ്മത്തിലേക്ക്, ഈ സമുദായത്തിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ഉലമാക്കളായ നമ്മിൽ അർപ്പിതമാണ് എന്നാണ്. അതിൽ വല്ല കളങ്കവും വരുത്തിയാൽ, അതിൽ വല്ല മാറ്റത്തിലേക്കും വിധേയമാക്കിയാൽ, നമ്മുടെ സാഹചര്യങ്ങൾക്കും അതല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിനുമനുസരിച്ച് അതിൽ മാറ്റത്തിരുകൾക്ക് വിധേയമാക്കിയാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരുമെന്ന ഉത്തമ ബോധ്യമാണ്. അതാണല്ലോ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അവസാനത്തെ സന്ദേശത്തിൽ നമ്മൾ വായിച്ചെടുക്കും. എന്നാൽ നാളുകൾ കടന്നു വരുന്തോറും ഈ ഉമ്മത്തിനിക്ക് നേതൃത്വം നൽകാൻ വേണ്ടി വരുന്ന പല പണ്ഡിതന്മാരിൽ നിന്നും വിശുദ്ധമായ ഇസ്ലാമിനും വിശുദ്ധ സുന്നത്ത് ജമാഅത്തിന് വരെ വിഘാതമാകുന്ന പല പ്രവണതകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് 1926 കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട വരക്കൽ സയ്യിദ് ബാ അലവി മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരും സൂഫിയാക്കളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു ആദർശ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. ഈ സമൂഹത്തെ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന, ആലിമീകളെന്ന് അവകാശപ്പെടുന്ന വിഭാഗം വഴി തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോഴാണ് അവരുടെ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമാകുന്നത്. അന്ന് മുതൽ സമസ്തയുടെ പ്രവർത്തനങ്ങൾ നിരന്തരമായ നമ്മുടെ മേഖലകളിലും അതുപോലെ തന്നെ മഹല്ലുകളിലും ഗ്രാമാന്തരങ്ങളിലും ആ പണ്ഡിതന്മാർ കാൽനടയായും വിശുദ്ധ ഇസ്ലാമിനെയും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചതെന്ന് നമ്മളൊരു വിസ്മരിച്ചുകൂടാ. എന്നാൽ കാലങ്ങൾ കടന്നു പോകും തോറും സമൂഹത്തിനിടയിലും ഇത്തരം ഛിദ്രശക്തികൾ ഓരോ നിമിഷം ഉടലെടുക്കുന്നത് നാം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ പല വിശിഷ്ടമായ സമയങ്ങളിലും പല അവസരങ്ങളിൽ തനിക്ക് സൗകര്യമാകുന്ന രൂപത്തിൽ ഫിഖ്ഹിനെ വികലമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തെ വഴിതെറ്റിക്കാനും അതാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന്റെ ഈമാനെ കവർന്നെടുക്കാൻ പോലും പല ആളുകളും തിരിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സമസ്തയുടെ സമുന്നത നേതാക്കന്മാർ ഇത്തരമൊരു ഉത്ബോധനവും ഈ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട അനിവാര്യത നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ പല ആളുകളും പല മേഖലയിലും പ്രഭാഷണമായിട്ടും അതുപോലെ തന്നെ ലഘുലേഖയായിട്ടും മറ്റുമൊക്കെ ഈ സമൂഹത്തെ
നിരന്തരമായി തെറ്റിദ്ധരിപ്പിക്കാനും അതാണ് സത്യമെന്നും നമ്മൾ നിൽക്കുന്ന ഈ സുന്ദര പാന്താവ് തെറ്റാണെന്നവരും ബോധ്യപ്പെടുത്തുകയും അതല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദയനീയമായ കാഴ്ച നമ്മൾ കാണുമ്പോൾ അതിനെതിരെ ഒരു ബോധവൽക്കരണം വളരെ അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഇത്തരമൊരു ക്യാമ്പയിനുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതിന്റെ സമാപനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ നീട്ടിപ്പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ക്യാമ്പയിന്റെ സമാപനത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് പല ഭാഗത്തു നിന്നും ആളുകൾ നമ്മുടെ ക്യാമ്പയിലെ സമാപന സമ്മേളനത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ പ്രയാസകരമായ സാഹചര്യത്തിലാണ് നിങ്ങളൊക്കെ ഉള്ള സീറ്റിൽ ഇരിക്കുന്നത് ഞങ്ങൾക്കറിയാം. ബഹുമാനമുള്ള പ്രവർത്തകർ ഉള്ള സൗകര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പരമാവധി ക്ഷമിച്ചും സഹിച്ചും സംഘാടകരോട് പൊറുക്കണമെന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. കാരണം നമുക്കൊരു പൊതു പരിപാടി ഒരു പുറത്ത് വെച്ച് നടത്തണമെന്ന് ആഗ്രഹമുണ്ടാകുകയും അതിനുവേണ്ടുന്ന ഒരുപാട് ശ്രമങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ SLC പരീക്ഷയുടെ ഒരു സാഹചര്യമായതുകൊണ്ട് ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കുന്നത് കൊണ്ട് ആ വിധിയെ നമ്മൾ ബാധിക്കാൻ പ്രത്യേകിച്ചും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ആ വിധി മുഖവിലക്കെടുത്തുകൊണ്ടാണ് ഒരു പൊതു സ്ഥലങ്ങളിൽ വേദി സംഘടിപ്പിക്കാതെ കഴിവിന്റെ പരമാവധി ഈ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലും അതിന്റെ പരിസരത്തും പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് ഉള്ള പ്രവർത്തകരെ കഴിവിന്റെ പരമാവധി സംഘാടകരോട് ക്ഷമിക്കുകയും സഹിക്കുകയും വേണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ക്യാമ്പിലുള്ള ആളുകൾ പരമാവധി കൂടി തന്നെ ഇവിടെ ഇരിക്കണമെന്നും ഇൻഷാ അല്ലാഹ് അസ്ർ ജമാഅത്തും മഗ്രിബ് ജമാഅത്തും ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഈ ഹാളിലും അതുപോലെ തന്നെ പുറത്തൊക്കെ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നടക്കുമെന്ന് വളരെ വിനയത്തോടുകൂടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. വീട്ടിൽ കുറിച്ച് പറയുന്നില്ല. ഈ മഹത്തരമായ സമ്മേളനത്തിന്റെ അധ്യക്ഷത പദവി അലങ്കരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ബഹുമാനമുള്ള പ്രസിഡന്റ് ടി മൊയ്തീൻ മുസ്ലിയാർ അവർകളാണ്. ബഹുമാനപ്പെട്ടവരെ വളരെ ആദരപൂർവ്വം ഈ സംഗമത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നത് കോഴിക്കോട് ഖാദി സയ്യിദ് നാസർ ശിഹാബ് തങ്ങൾ അവർകളാണ്. തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കും ഇവിടെ എത്തിച്ചേരും. തങ്ങളുടെ അഭാവത്തിൽ ഞാൻ തങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ 3 വിഷയങ്ങളിൽ നിങ്ങളോട് അധികരിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടുള്ള ബഹുമാനപ്പെട്ട നേതാക്കൾ. ഒന്നാമത്തെ വിഷയം തന്നെ ഫിഖ്ഹിൽ വിഘടിത വിഭാഗം കടത്തിക്കൂട്ടിയിരിക്കുന്ന തിരിമറികളെ കുറിച്ച് വളരെ സവിസ്തരമായി നമ്മോട് പ്രതിപാദിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് സഅദി അവർ വാട്സപ്പിലും നെറ്റ്വർക്കിലും മറ്റു മീഡിയകളിലൊക്കെ സഅദി സമ്മേളനത്തിൽ പങ്കെടുക്കയില്ല, തിരിച്ചുപോയി എന്നൊക്കെ പല ആളുകൾക്കും പ്രചരണം നടത്തിയിരുന്നു. പക്ഷേ ഇവിടെയുള്ള ഒരു സാഹചര്യം, ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് വളരെ ആദ്യമായി എത്തിയത് ബഹുമാനപ്പെട്ട സഅദി അവർ. ബഹുമാനപ്പെട്ടവർ ഫിഖ്ഹിന്റെ ഓരോ ഭാഗങ്ങളും വളരെ കൃത്യമായി അവർ നൽകുന്ന വിപുലമായ ചിത്രീകരണങ്ങൾക്കൊക്കെ അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് ഇവിടെ മഹാനവർ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സഅദി അവർകളെയും ഞാൻ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആത്മീയമായ തട്ടിപ്പുകൾ നടത്തി നിരന്തരമായി സമൂഹത്തെ കബളിപ്പിക്കുന്ന അത്തരമുകളുടെ കപടമുഖം തുറന്നു കാട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കം അവർക്കും ഇവിടെ ഈ സെഷനിൽ നമ്മളോട് അഭിസംബോധന ചെയ്യുന്നു. അതുപോലെ തന്നെ സംഘടനയുടെ പാപ്പരത്വം ഓരോ നിമിഷം വരുമ്പോഴും അവിടെ സംഘടനയുടെ ഉള്ളറകൾ മലീമസമായിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു സാഹചര്യം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ തുടക്കത്തിൽ അത് കാസർഗോഡിലൊരു മൗലവി വരുമെന്നൊക്കെ രൂപത്തിൽ അവരുടെ പത്രമാധ്യമങ്ങൾ പ്രചരിപ്പിച്ചെങ്കിൽ അവരുടെ ഉൾവലി അതുപോലെ തന്നെ പടലപ്പിടക്കും കാരണമായി പിറ്റേത്തെ പത്രം വന്നപ്പോ തിരിച്ചു മറിഞ്ഞൊരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ദയനീയ സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെയുള്ള അതിന്റെ ഉള്ളറകൾ കൃത്യമായി തൊട്ടറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് രാമന്തളി നമ്മോട് ഓരോ കാര്യമായി കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്താൻ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് രാമന്തളി അവർക്കും ഞാൻ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ തുടക്കം എന്ന സമയത്ത് ഇതിന്റെ പതാക ഉയർത്തൽ കർമ്മം നിർവഹിച്ച സ്വാഗത സംഘത്തിന്റെ വർക്കിംഗ് ചെയർമാൻ ബഹുമാനപ്പെട്ട KK ബാബുട്ടി തങ്ങൾ അവർക്കും വളരെ ആദരപൂർവ്വം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മജ്ലിസുൻ നൂർ എന്ന ആത്മീയ സദസ്സിന് നേതൃത്വം നൽകാൻ വേണ്ടി നമ്മളോട് ഒത്തുകൂടിയ മജ്ലിസുൻ നൂറിന്റെ മലപ്പുറം ജില്ലാ അമീർ കൂടിയായ ബഹുമാനപ്പെട്ട അസൻ സഖാഫി അവർക്കും ഞാൻ ഈ സംഗമത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള സുന്നി മഹല്ല് ഫെഡറേഷന്റെ സംസ്ഥാന ട്രഷറർ കൂടിയായ ബഹുമാനപ്പെട്ട ചെമ്മക്കൻ കുഞ്ഞാപ്പോ ഹാജി അവർക്കും അതുപോലെ തന്നെ തോപ്പിൽ കുഞ്ഞാപ്പോ ഹാജി സയ്യിദ് CPM തങ്ങൾ അതേപോലെ OKM കുട്ടി ഉമരി സാഹിബ്
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറംഗം TP ഇപ്പം മുസ്ലിയാർ. അങ്ങനെ നിരവധി ഒരുപാട് നേതാക്കന്മാരുണ്ട്. ആരെയും പേരെടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യേണ്ട ഒരു സാഹചര്യമല്ല, സമയം അതിക്രമിച്ചു എന്ന് മനസ്സിലാക്കി എല്ലാവരെയും ഈ സംഗമത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഒരു കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ദീനി ദഅവ രംഗത്ത് കൂടുതൽ കരുത്താർജിക്കാൻ വേണ്ടി കഴിഞ്ഞ അതിന്റെ നേതാക്കൾ ദീനി ദഅവത്തിനൊരു കൈത്താങ്ങ് എന്ന രൂപത്തിൽ ഒരു 100 കോടി രൂപ സ്വരൂപിക്കാൻ വേണ്ടി അതിന് കേന്ദ്ര മുശാവറ തീരുമാനിച്ചു. പണസമ്പാദ്യക്കാര്യത്തിൽ ആദ്യമായിട്ടാണ് സമസ്ത കേന്ദ്ര മുശാവറ ഇങ്ങനെ തീരുമാനമെടുക്കുന്നത്. അതിന്റെ മുന്നോടിയായി ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും അതിന്റെ കൺവെൻഷനുകൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 21-ാം തീയതി മലപ്പുറം വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ കോട്ടക്കൽ TI മദ്രസയിൽ ചേരുമെന്ന് അതിന്റെ സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ആ സംഗമത്തിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. അതേപോലെ നമ്മുടെ ഇടക്കാലത്തേക്ക് നിന്നുപോയ കേരളനാട് അത് പുനർപ്രസിദ്ധീകരിച്ചുകൊണ്ട് ഈ കൈകളിലേക്ക് സമ്മാനിക്കുകയാണ്. അതിന്റെ കോപ്പി നമ്മുടെ ഈ സമ്മേളന നഗരിയിൽ പുറത്തു മറ്റൊക്കെ നമ്മുടെ പ്രവർത്തകർ വിൽക്കുന്നുണ്ട്. എല്ലാവരും ഒരു കോപ്പി കൈപ്പറ്റണമെന്നും അതുപോലെ തന്നെ സത്യധാരയുടെ വാർഷിക നമ്മുടെ സമ്മേളനത്തിന്റെ റിവ്യൂ അടക്കമുള്ള ഒരു വാർഷിക പതിപ്പും നമ്മുടെ സമ്മേളന നഗരിയിലുണ്ട്. എല്ലാവരും അത് കൈപ്പറ്റണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും, എല്ലാ പ്രവർത്തകരെയും, വിവിധ ഭാഗങ്ങളിൽ നിന്നും മുഴുവൻ പ്രവർത്തകരെയും ഈ ബഹുമാനപ്പെട്ട സംഗമത്തിലേക്ക് വളരെ വിനയത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പുറങ്ങം മൊയ്തീൻ മുസ്ലിയാർ അവരുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട സമസ്ത കേന്ദ്ര മുശാവറ മെമ്പർ ഉസ്താദ് തോംസിരിയാർ അവർകളെ, വേദിയിലും സദസ്സിലുമുള്ള സാദാത്യങ്ങളെ, ഉസ്താദുമാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുമായത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ, സുപ്രഭാതം ദിനപത്രത്തിലെ ഇന്നലെ കണ്ടൊരു പരസ്യം മാത്രം ആണ് നമ്മുടെ ഈ പരിപാടിയുടെ പ്രചരണത്തിന്റെ മുഖ്യ ഘടകം. അത് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് ഇൻഷാ അല്ലാഹ് കേരളത്തിൽ നിന്നും, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, കേരളത്തിന്റെ പുറത്തു നിന്നും, ഗൂഡല്ലൂരിൽ നിന്ന് വരെ ഇങ്ങോട്ട് പ്രത്യേക വാഹനം സംഘടിപ്പിച്ച പ്രവർത്തകന്മാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ കൂടലും പിരിയലും പൊരുത്തപ്പെടുന്ന സ്വാലിഹമലായി കബൂൽ ചെയ്യട്ടെ. പ്രത്യേകമായ സാങ്കേതിക തടസ്സം, നിയമ തടസ്സം നേരത്തെ മജീദ് വൈസി സൂചിപ്പിച്ചതുപോലെ പെർമിഷൻ കിട്ടാത്ത ആ ഒരു കാരണം നമുക്ക് പുറത്തു വെച്ച് ഈ പരിപാടി നടത്താനുള്ള അസൗകര്യം വന്നു. പക്ഷേ പരമാവധി ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീനിന് വേണ്ടിയുള്ള ഒരു ജിഹാദായി, ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു ജിഹാദായി ഇത് കബൂൽ ചെയ്യട്ടെ. ദീനിന്റെ സുന്നത്തമാത്തിന്റെ എതിരാളികളായി വന്ന ജൂദാസുകളെ നിലം പരിശാക്കാൻ ഇറങ്ങിത്തിരിച്ചായി നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള ശേഷി നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹല്ലത്തുകളിൽ മുഴുവൻ നുണ പറഞ്ഞുകൊണ്ട് ഫിത്നയുണ്ടാക്കാൻ വേണ്ടി വരുന്നവരാണ് മറുഭാഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസ്സിസ അല തഖ്വ എന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പള്ളിയെപ്പറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ച പള്ളിയെപ്പറ്റി പറഞ്ഞു. ഇവർ ഉസ്സിസ അലൽ കദിബാണ്, നുണയുടെ മേൽ സ്ഥാപിക്കപ്പെട്ടു, നുണ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാം പല മഹല്ലത്തുകളിലും സമസ്തയുടെ ആളാണെന്ന് വന്ന് പറഞ്ഞ് ഖത്തീബാവാനും സദർ മൗലിമാവാനും മൗലിമാവാനൊക്കെ വേഷം കിട്ടുന്നവര് അവരോട് നിങ്ങളുടെ MSR നമ്പറൊക്കെ ചോദിച്ചാൽ ഏതെങ്കിലും നമ്പറായിട്ട് പറഞ്ഞു കൊടുക്കും. ഓഫീസിൽ ഒരു ചെറിയ പ്രവർത്തകനെ എന്നോട് പോലും പല മാനേജിംഗ് കമ്മിറ്റിയും ഇന്ന MSR നമ്പറുകാരൻ ആരാണെന്ന് ചോദിക്കുന്നു. ഓഫീസിൽ നോക്കണമെന്നറിയും. ഓഫീസിൽ പോയി പരിശോധിച്ചാൽ അങ്ങനെ ഒരാളാവില്ല, വേറെ ഏതെങ്കിലും നാട്ടുകാരനാവും. അതുപോലെ തന്നെ സഖാഫിയോ സാദിയോ ഒക്കെ ആയി ബിരുദമെടുത്തവര് മഹല്ലത്തുകളിൽ വന്ന് നിങ്ങൾ ഏത് കോളേജിൽ നിന്ന് ബിരുദമെടുത്തവരാണെന്ന് ചോദിച്ചാൽ ഫൈസി അല്ലെങ്കിൽ ബാഖവി എന്നൊക്കെ പറയും.
ചുരുക്കി പറഞ്ഞ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി മുതൽ പുലരുവോളവും നുണ പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിന്റെ ഈമാൻ പോക്കറ്റ് അടിക്കാൻ വേണ്ടി നടക്കുന്ന ഈ വിഭാഗത്തെ ഷെറിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സമുദായത്തെ കാത്തുരക്ഷിക്കട്ടെ. നാം അതിനുവേണ്ടി നമ്മുടെ 90-ാം വാർഷികം, ബഹുമാനപ്പെട്ട സമസ്തകൾ ജമീയത്തുൽ ഉലമയുടെ 90-ാം വാർഷികമാണ് വരാൻ പോകുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി അൽഹംദുലില്ലാഹ് ഈ 25-ാം തീയതി അതിന്റെ സ്വാഗത സംഘം യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ വെച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതാണ്. അതുമായി മുന്നോട്ട് പോകാനും അങ്ങനെ ഈ സമസ്തക്കെതിരിൽ കേസ് കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രവർത്തന ഗോതയില് വിലങ്ങുതടിയായി തടസ്സം സൃഷ്ടിക്കുന്നവരെ പരിപൂർണമായി തുടച്ചു നീക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഈ സെഷൻ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സയ്യിദ് നാസർ ഹി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം വരുന്നതിന് മുമ്പ് ആമുഖഭാഷണമായി ബഹുമാനപ്പെട്ട നമ്മുടെ SYS മജ്‌ലിസുന്നൂർ ജില്ലാ അമീർ ബഹുമാനപ്പെട്ട ഹസൻ സഖഫി പൂക്കോട്ടൂര് അല്പം നിങ്ങളോട് സംസാരിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചുള്ളൂ. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الله سبحانه وتعالى വളരെ നല്ല ഒരു ലക്ഷ്യത്തോടെ ഈ മഹത്തായ സദസ്സിൽ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയത് നാളെ പരലോകത്ത് ഉപകരിക്കുന്ന വിധം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ സദസ്സു കാരണം നിന്റെ പരിശുദ്ധ ദീനിനോടുള്ള കളങ്കമില്ലാത്ത ബന്ധം ഞങ്ങൾക്ക്, ഞങ്ങളെ കുടുംബങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ദുആ ചെയ്യണം എന്ന് പലരും ഞങ്ങളോട് പറയാറുണ്ട്. പ്രത്യേകിച്ച് ഈ സദസ്സിൽ ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും നല്ല മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരണീയരായ സാദാത്തുക്കളെ, പ്രിയപ്പെട്ട നേതാക്കളെ, ഉലമാക്കളെ, സഹോദരങ്ങളെ, സുദീർഘമായ ഒരു സംസാരത്തിനു പകരം നിശ്ചയിക്കപ്പെട്ട വിഷയാവതരണങ്ങൾ സമയബന്ധിതമായി നമുക്കിവിടെ നടക്കേണ്ടതുണ്ട്. അസൗകര്യം എന്നുള്ളത് അതൊരു വിഷയമാക്കാതെ ഏകദേശം ഈ കാണുന്ന ഇത്ര സൗകര്യം ഇതിന്റെ താഴ്ഭാഗത്തുണ്ട്, അവിടെയും സ്ക്രീനിൽ കാണാനുള്ള സൗകര്യത്തോടെ വഴിയിലും മറ്റുമൊക്കെ കഷ്ടപ്പെട്ട് നിൽക്കുന്നവരെ അകത്തേക്ക് ഇരുത്താനുള്ള സൗകര്യമൊക്കെ പ്രിയപ്പെട്ട വാളണ്ടിയേഴ്സ് നിർവഹിക്കുന്നു. ഞാൻ ആമുഖം എന്ന നിലയ്ക്ക് ഒരൊറ്റ വാക്ക് ഈ സമയത്ത് എന്നെ ഉപദേശിക്കുന്നത്, നല്ലവരാകുന്ന എന്റെ പ്രിയപ്പെട്ട സദസ്സിനെ ഉണർത്തുന്നത്, ഈ സദസ്സ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രതിപ്രവർത്തനത്തിന്റെ സദസ്സല്ല, ഇതൊരു വൈകാരികതയുടെ സദസ്സല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 9 പതിറ്റാണ്ട് കാലമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി മുല്ലക്കോയ തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി മുതൽ ഇന്ന് നമ്മെ നയിക്കുന്ന ആദരണീയരാകുന്ന ശൈഖുന ആനക്കര ഉസ്താദും സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദും സയ്യിദ് ഹൈദലി ശിഹാബ് തങ്ങളുമൊക്കെ നയിക്കുന്ന ഈ കാലം വരെയുള്ള പ്രവർത്തനങ്ങൾ നാളെ പരലോകത്തേക്ക് ഉപകരിക്കുന്നതല്ലാത്തത്, നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ ആവശ്യമുള്ള വിഷയമല്ലാത്തത് ഇന്നുവരെ നമ്മുടെ നേതൃത്വം നമ്മോട് പറഞ്ഞിട്ടില്ല. അത്തരമൊരു ചിന്തയോടെ മഹാരഥന്മാരുടെ നിർദ്ദേശമനുസരിച്ച്
കളങ്കമില്ലാത്ത കാപ്പട്യമില്ലാത്ത ദീനീ ഖിദ്മത്ത് ചെയ്യണമെന്ന താൽപര്യമുള്ളവർക്ക് മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഇടമുള്ളത്. നമ്മുടെ ചിന്തകളെയും നമ്മുടെ നിലപാടുകളെയും നമ്മുടെ അജണ്ടകളെയും ഒക്കെ വഴിമാറ്റിവിടുന്നതിനു വേണ്ടി എക്കാലത്തും ദീന്റെ ശത്രുക്കൾ ശ്രമിക്കുന്നത് പോലെ പ്രത്യേകിച്ച് അജണ്ടകളിലൊക്കെ മാറ്റം വരുത്തി ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവരായി ഒരു സമൂഹത്തെ മാറ്റുന്നവരിൽ വലിയ പങ്ക് വഹിക്കുന്നത് ജൂതന്മാരാണ്. ആ ജൂതന്മാരുമായി ബന്ധമുള്ള ആളുകളൊക്കെ തന്നെ നമ്മുടെ അജണ്ടകൾ നിശ്ചയിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു വരുമ്പോ അവർ ഒരുപക്ഷെ കയ്യിൽ ഒരു കൊട്ടത്തേങ്ങ കയ്യിൽ പിടിച്ചു എന്ന് വരും, അതല്ലെങ്കിൽ മറ്റു വല്ലതും കയ്യിൽ പിടിച്ചു എന്ന് വരും. പക്ഷെ അവർ ഇവിടെ നിശ്ചയിക്കുന്നത് ദീനിന്റെ ഹാദിമ്യങ്ങളുടെ വഴി തിരിച്ചുവിടലാണ്. ഇവിടെയാണ് പിശാചിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടത്. ഇവിടെയാണ് ജൂതന്മാരെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടത്. ഇവിടെയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ മുഖം സ്വീകരിച്ച് കടന്നുവരുന്ന കപടന്മാരെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടത്. ഇത് മനസ്സിലാക്കാൻ കഴിയാതെ നാം എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും ചെയ്യുകയോ നമ്മുടെ ജീവിത രീതി ആവരുത്. പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തനം അള്ളാഹുവിന്റെ ദീനിനുള്ള ഖിദ്മത്താണ്. ശംസുൽ ഉലമാഇ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഇത് വലിയ ഒരു ഇബാദത്താണ്. നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് വികാരങ്ങളൊക്കെ തൽക്കാലം മനസ്സിൽ നിന്ന് മാറ്റിവെച്ചിട്ട്, നമ്മുടെ പ്രതികാരങ്ങളൊക്കെ മനസ്സിൽ നിന്നൊക്കെ എല്ലാവരും മാറ്റിവെച്ചിട്ട്, ഭൗതിക താൽപര്യങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഒരു കേന്ദ്രത്തിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചുവെക്കാൻ നമുക്ക് കഴിയണം. എന്നിട്ട് റബ്ബിന്റെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുമ്പോൾ അള്ളാഹു അത് വിജയിപ്പിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, സുന്നി യുവജന സംഘം, ഇത് കേൾക്കാൻ എന്തൊരു സൗന്ദര്യമുള്ള പേരാണ്. യുവജന സമൂഹം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി സംഘടിച്ചു എന്നല്ല ഈ പേരിനർത്ഥം. ആരൊക്കെയാണ് ഈ പേര് ഉപയോഗപ്പെടുത്തുന്നത്? എല്ലാവരും SYSന്റെ ആളുകളാണ്. SYSന്റെ 60ാം വാർഷികമാണ് ആഘോഷിക്കുന്നത് പറയുന്നുണ്ടല്ലോ. മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മുഖ്യമന്ത്രി വന്നിട്ട് നമ്മുടെ സദസ്സിൽ വന്നിട്ട് പറയും, ഈ അച്ചടക്കം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പുറത്ത് പോയിട്ട് പറയും, ഈ അച്ചടക്കം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കം അത്ഭുതമില്ലാതിരിക്കൂല. കാരണം അച്ചടക്കമില്ലാത്ത സഭയുടെ നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് സ്വാഭാവികമായി അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വരും. പക്ഷേ ഇങ്ങനെ എല്ലാവരെയും സുഖിപ്പിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ പലരും 60ാം വാർഷികങ്ങൾ നടത്തുമ്പോ ദീനിന്റെ ആളുകൾ വിലയിരുത്തേണ്ടത് സുന്നി യുവജന സംഘം 1954 മുതൽ പ്രവർത്തിച്ച് 1954 നിന്ന് 2014 എത്തിച്ചേർന്നപ്പോ അൽഹംദുലില്ലാ 60 വയസ്സ് പൂർത്തിയായപ്പോൾ ഈ സംഘത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഖാഇദുൽ ഖൗം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈ ഉമ്മത്തിന് കൊടുത്തത് എന്താണ് എന്നുള്ളത് സമൂഹമൊന്ന് വായിക്കട്ടെ. മറുഭാഗം സമൂഹത്തിന് കൊടുത്തതെന്താ സമൂഹമൊന്ന് പഠിക്കട്ടെ. 60ാം വാർഷികത്തിന്റെ ഭാഗമായി 60 വരിയുള്ള ഒരു പദ്യം. ആ 60 വരിയിലൂടെ സ്വർഗത്തിലാണ് എന്ന് ഉറപ്പുള്ള ബദറിൽ സംബന്ധിച്ച ഒരാൾ പോലും നരകത്തിൽ കടക്കുന്നതല്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ആ അസ്ഹാബുൽ ബദറിന്റെ പേരുകൾ കോർത്തിണക്കിയ 60 വരിയുള്ള അൽ ബദരിയത്തുൽ മങ്കൂസിയ ഇന്ന് ഈ ഉമ്മത്തിന്റെ കരങ്ങളിലേക്ക് ഈ ഉമ്മത്തിന്റെ ഖാഇദാകുന്ന സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ വെച്ചുകൊടുത്തപ്പോ SYSന്റെ 60ാം വാർഷിക വേളയിൽ ജീവിച്ചിരിപ്പുള്ള ഈമാനുള്ള ഏതൊരാൾക്കും നാളെ ഇലാഹാകുന്ന റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ അല്ലാഹു ചോദിക്കുകയാണെങ്കിൽ SYSന്റെ ഈ 60ാം വാർഷിക വേളയിൽ നീ ദീനിന് വേണ്ടി SYSന് വേണ്ടി ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയുടെ ബഹുമാനപ്പെട്ട ഹൈദർ അലി തങ്ങളെ പിന്നിൽ നിന്നിട്ട് നിനക്ക്
എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ നമുക്കൊരു തേങ്ങയുടെ കഥയല്ലല്ലോ പറയാനുള്ളത്, ഒരു പഴംപൊരിയുടെ കഥയല്ലല്ലോ പറയാനുള്ളത്, ഭൗതിക ലോകത്ത് ഏതെങ്കിലും തരത്തിൽ വഞ്ചിച്ചതിന്റെ ഒരു കഥയല്ല പറയാനുള്ളത്. റബ്ബേ, നിനക്ക് ഇഷ്ടമുള്ള മഹാന്മാരാകുന്ന ബദരീങ്ങളുടെ പേരുകൾ ഞങ്ങൾ ചൊല്ലാൻ തുടങ്ങിയത് SYSന്റെ 60ാം വാർഷികത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഒരു ആവേശമായിരുന്നു എന്ന് പറയാൻ കഴിയുമെങ്കിൽ SYS എന്തിനാണ്, സമസ്ത എന്തിനാണ്? വിശുദ്ധ ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് പോകുമ്പോൾ, അവനിലേക്ക് മടങ്ങുമ്പോൾ ആ സമയത്ത് രക്ഷപ്പെടൽ തന്നെയാണ്. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. അതുകൊണ്ട് ധാരാളം സംഘങ്ങളും ധാരാളം സംഘടനകളും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെങ്കിൽ അവരുടെയൊക്കെ ലക്ഷ്യങ്ങളിൽ ജീവിക്കണം എന്നതാണ് ഉണ്ടാവാറുള്ളത്. നമ്മുടെ ലക്ഷ്യത്തിലുള്ളത് ജീവിക്കണം എന്നതല്ല, മരിക്കണം എന്നതാണ്. ഇന്നത്തെ ദിവസം ഷെയ്ഖ് റിഫാഇ തങ്ങളെ ഓർക്കേണ്ട ദിവസമാണെങ്കിൽ ഷെയ്ഖ് റിഫാഇ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശുഭ്രവസ്ത്രധാരികളാകുന്ന അപരിചിതരായ 7 പേർ കടന്നു വന്നുകൊണ്ട് അവിടുത്തെ ജനാസ കുളിപ്പിച്ചതും അനന്തര കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയതും ചരിത്രത്തിലുണ്ട്. പച്ച പക്ഷികൾ വട്ടമിട്ട് പറന്നുകൊണ്ട് ഷെയ്ഖ് റിഫാഇ തങ്ങളുടെ ആ ഒരു മധുരമുള്ള മരണത്തെ ആത്മീയമായി സമ്മതിച്ചു കൊടുത്തത് ചരിത്രത്തിലുണ്ട്. ഈ പക്ഷികളെ കണ്ടുകൊണ്ട് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ചരിത്രത്തിലുണ്ട്. ഇവിടെയാണ് ശംസുൽ ഉലമാ തങ്ങളെ വഫാത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഇവിടെയാണ് റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് മഹാനവറുടെ വഫാത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ചാപ്പനങ്ങാടി ഉസ്താദ്, പൂക്കോയ തങ്ങള്, കാളമ്പാടി ഉസ്താദ്, സർവ്വ മഹാരഥന്മാരാകുന്ന നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവരാരൊക്കെയാണോ അവരുടെ വഫാത്ത് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരേണ്ടത്. അത്തരം ഒരു നല്ല മരണത്തിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മുടെ ദീനീ ഖിദ്മത്തിനെ നാം ഇവിടെ സമർപ്പിക്കുക. അർഹമുർ റഹീമാകുന്ന റബ്ബ് തആല തൗഫീഖ് തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈമാൻ സലാമത്തിന് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. KL 59 K 42 41 NH 46D 857 KL 10 AB 4006 KL 10 AB 5851 എന്നീ വാഹനങ്ങൾ ഇപ്പോൾ പാർക്ക് ചെയ്തിട്ടുള്ള കേന്ദ്രത്തിൽ നിന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ അറിയിച്ചിട്ടുള്ള ഈ വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. കാപട്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് മുടിയുടെ മായ വലയത്തിൽ കുടുങ്ങി സമൂഹമധ്യ എലിബരായതിന്റെ ജാഗ്രത നിറക്കാൻ അബദ്ധജടലമായ ജൽപ്പനങ്ങൾ നടത്തി ആദർശരംഗത്ത് അശാന്തിയുടെ അഗ്നികണികൾ തീർത്തവർക്ക് അതിശക്തമായി താക്കീത് നൽകിക്കൊണ്ട് ഉസ്താദ് മുഹമ്മദ് സാഹി സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. അധ്യക്ഷന് വേണ്ടി ആദര പുരസ്സരം ക്ഷണിക്കുന്നു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മുഹമ്മദ് സാദിയുടെ ക്ലാസ് 45 മിനിറ്റാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് നമുക്ക് അസ്ർ ജമാഅത്തായി ഇവിടെ നിസ്കരിക്കണം. അതിനുശേഷം പിന്നീട് 2 ക്ലാസ് കൂടി നടക്കേണ്ടതുണ്ട്. എല്ലാവരും സഹകരിക്കുക. ബഹുമാനപ്പെട്ട സാദി ഉസ്താദ് പ്രസംഗിക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. صدق الله مولانا العظيم. അഭിവന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ
പണ്ഡിതന്മാരെ, എന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ, പ്രവർത്തകരെ, മുതഅല്ലിമീങ്ങളെ, പണ്ഡിതന്മാരെ, വളരെ മഹത്തായ ഒരു സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെ അല്ലു അലൈഹാ ബിൻ നവാജിബ്, അണപ്പല്ലുകളെ കൊണ്ട് നിങ്ങൾ അത് മുറുകെ പിടിക്കണമെന്ന് മഹാനായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഉണർത്തിയതാണ്. സുന്നത്ത് ജമാഅത്ത് വിട്ട് സഞ്ചരിക്കുന്ന ആളുകൾ അസ്ഹാബുൽ ബിദ്അഇ കിലാബു അഹ്ലിന്നാർ, അവർ നരകത്തിലെ ആളുകളുടെ നായികളാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഓർമ്മപ്പെടുത്തിയതാണ്. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കണമെന്നും ബിദ്അത്തിന്റെ ആളുകളും ബിദ്അത്തിന്റെ സരണിയുമായി പാടെ വെടിഞ്ഞു നിൽക്കണമെന്നും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതാണ്. അവിടെ ഇസ്ലാമിക ഫിഖ്ഹിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ബിദ്അത്തുകാരോട് ഏത് നയം സ്വീകരിക്കണം, എപ്പോൾ എങ്ങനെ സ്വീകരിക്കണമെന്നുള്ളത് നമ്മുടെ ഫുഖഹാ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിലൂന്നിക്കൊണ്ട് അതിലപ്പുറം ചലിക്കാതെ, അതിന്റെ ഇപ്പുറവും ചലിക്കാതെ ജീവിച്ചാലേ ശാഫിഈ മദ്ഹബ് അനുസരിക്കുന്ന സുന്നിയാവുകയുള്ളൂ. അല്ലാഹു നമ്മെ എല്ലാവരെയും ആ രൂപത്തിലാക്കി തരുമാറാകട്ടെ. ഈ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വ്യാപിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് 1920കളിൽ മഹാനായ സയ്യിദായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അവിടുത്തെ പ്രമുഖ പണ്ഡിതനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെയും വിളിച്ചുകൊണ്ട് സമസ്ത എന്ന് പറയുന്ന വലിയ ഒരു മുഷാവറയും ഒരു ബഹുജന സംഘടനക്കും നേതൃത്വം കൊടുക്കുന്നതും അതിന് അസ്ഥിവാരമിടുന്നതും ആ സമയത്താണ്. ആ സമസ്ത പോന്ന് ഇന്ന് 2015 പാവപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാര്, ബഹുമാനപ്പെട്ട ചെർശ്ശേരി ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ് തുടങ്ങിയ മശായിഖന്മാരുടെ നേതൃത്വത്തിലാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അതിനിടയിൽ പല ദൗർഭാഗ്യകരമായ സംഭവങ്ങളും ഇവിടെയുണ്ടായി. കൂടുതൽ ആമുഖത്തിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പല സംഘടനകളുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. 1989 സമസ്തയിൽ നിന്ന് ഏതാനും ആളുകൾ മാറിപ്പോയി. ആ മാറിപ്പോയപ്പോൾ അവര് നിരത്തിയ കാരണം, ഔദ്യോഗിക സമസ്തയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ബിദ്അത്തുമായിട്ടുള്ള കൂട്ടുണ്ട്, ബിദ്അത്തുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, മുബ്തദീങ്ങളുമായിട്ടുള്ള ചില രഹസ്യ അജണ്ടകളുണ്ട്, ഹിഡൻ അജണ്ടകളുണ്ട് എന്ന് പറഞ്ഞാണ് അവര് പോയത്. അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സ്ട്രോങ് ഉള്ളവരാണ്, മറുഭാഗം വീക്കാണ്, ബലഹീനരാണ് ആ വിഷയത്തിൽ എന്ന് തെളിയിക്കാൻ വേണ്ടി പല കൃത്രിമ പണികളും നടത്തിയിട്ടുണ്ട്. അത് വിശ്വാസ മേഖലയിലുണ്ട്, കർമ്മ മേഖലയിലുണ്ട്, ത്വരീഖത്ത് തസവുഫ് മേഖലയിലുണ്ട്. അതെല്ലാമാണ് ഇവിടെ വിവിധ ക്ലാസുകളിലായി അവതരിപ്പിക്കപ്പെടുന്നത്. നോക്ക് നിങ്ങൾ, ഇവിടെ സുന്നത്ത് ജമാഅത്ത് മഹാന്മാരായ അഇമ്മത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അവർ പഠിപ്പിച്ച ആ വരച്ച വരയിൽ നിന്നുകൊണ്ട് മാത്രം സഞ്ചരിച്ചാൽ മതി. ഇത്
പറയാനുള്ള കാരണം, ഈ വിഷയത്തിലേക്ക് പാവപ്പെട്ട ഞാൻ കാലെടുത്തു വെക്കുന്നത്, ഞങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ, സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോ സോഷ്യൽ മീഡിയയാണ് ഒരു വിഭാഗത്തിന് വലിയ പൊല്ലാപ്പായി മാറിയത്. അതിലൂടെയാണ് ആളുകളുടെ മനസ്സ് ചേഞ്ച് ആവുന്നത്. എക്കാലത്തും കളവ് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇത് സോഷ്യൽ മീഡിയ നിറയുന്ന കാലമല്ലേ? യൂട്യൂബുകളിൽ എല്ലാവിധ ക്ലിപ്പുകളും അവൈലബിൾ അല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആ ഫുലാനെ അറിയൂല എന്ന് പറയുമ്പോ പറയുന്ന ആളും ഫുലാനും ഇരിക്കുന്നത് അപ്പൊ അവിടെ കാണും. എന്ത് ചെയ്യാൻ പറ്റും? ഒരു രക്ഷയില്ല. ഞാനും ആ ഫുലാനും ഒരു ബന്ധമില്ല എന്ന് പറയുമ്പോ ആ ഫുലാനും പറയുന്ന ആളും കാറിന്ന് ഇറങ്ങുന്നത് കാണാം. ഇതാ സോഷ്യൽ മീഡിയയുടെ പവർ. ഇനി കളവുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. എന്ത് ന്യായീകരിക്കാൻ പറ്റും? അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൂടെ AP അബ്ദുൽ ഖാദർ മൗലവി മരിച്ചപ്പോ ബഹുമാന്യനായ പാണക്കാട് തങ്ങൾ അവിടെ പോയതുകൊണ്ട് അത് ഹറാമാണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ രംഗത്ത് വന്നു. അതിനുവേണ്ടി ചോദിച്ചു, ഏത് കിതാബിലാ ഉള്ളത്? അപ്പൊ പറഞ്ഞു, അത് ഫതാവ മുഹ്യിസുന്നയിലുണ്ടല്ലോ. ഫതാവ മുഹ്യിസുന്ന ഇതേതാണ് മോനെ കിതാബ്? ഇബ്നു ഹജർ തങ്ങളുടേതാ? ഇമാം റംലിയുടേതാ? സക്കരിയൽ അൻസാരിയുടേതാ? ഇതാരുടേതാ എന്ന് ചോദിച്ച്. അപ്പോഴല്ലേ മുസന്നിഫിനെ തിരിഞ്ഞത്. മുസന്നിഫിനെ തിരിഞ്ഞ് മുബ്തദീങ്ങളുടെ ജനാസക്ക് പോകൽ ഹറാമാണത്രേ. ചോദിക്കട്ടെ, ഒരു മുജാഹിദ് മരണപ്പെട്ട് ആ നാട്ടിലുള്ള ആരും അദ്ദേഹത്തെ, മുജാഹിദ് മുസ്ലിമാണല്ലോ, അല്ലെങ്കിൽ പിന്നെ കാഫിറാണ് എന്ന് പറയണം. അപ്പൊ പിന്നെ ഇവിടെ സുന്നി വളരൂലല്ലോ. വാദപ്രതിവാദം നടക്കണ്ടേ, പ്രവർത്തനം നടക്കണ്ടേ? ഓലെ പേര് പറഞ്ഞാലല്ലേ വളരാൻ പറ്റുള്ളൂ. ഓല് കാഫിറാണെന്ന് പറയൂല. എന്നാ പിന്നെ എന്ത് വേണം? ഓല് മുസ്ലിം തന്നെ. അപ്പൊ മയ്യത്ത് സംസ്കരണോ? അത് വേണ്ട. അതെങ്ങനെ നടക്കുമോ? ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ അത് മുജാഹിദാണെങ്കിലും അവന്റെ ജനാസ കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ അവിടെയുള്ള എല്ലാവരും കുറ്റക്കാരൻ തന്നെയാണ്. അതിന് ഷഹീദേ ഒഴിവുള്ളൂ. അതുപോലെ സിഖത്ത്, ആ പ്രായം തികയാതെ ചലനമില്ലാതെ പ്രസവിക്കപ്പെട്ട കുട്ടി, അവരെ ഒഴിവുള്ളൂ. ഇരിക്കട്ടെ, ഇത് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഫതാവ മുഹ്യിസുന്നയുടെ കഥ എന്താ എന്ന് നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം എന്ന് വിചാരിച്ച് ആ വിഷയത്തിൽ ഇതാ ഇതിന്റെ മുസന്നിഫ് നിങ്ങൾക്കറിയാലോ, ഞാൻ പരിചയപ്പെടുത്തുന്നൊന്നുമില്ല, വന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിച്ചു. അപ്പോഴല്ലേ ഇദ്ദേഹം എഴുതുന്ന കഥ കാണുന്ന ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഒരു സ്ഥലത്ത് എഴുതുകയാണ്, ആധുനിക പണ്ഡിതരിൽ പ്രധാനിയായ അശ്ശൈഖ് സുഹൈലി റളിയല്ലാഹു അൻഹു എഴുതുന്നത് കാണുക. നോക്കണേ നിങ്ങൾ, ഇദ്ദേഹം ഒരു ഇമാമിനെ കൊണ്ടുവരുന്നു, തെർലിയത്ത് ചൊല്ലി ഷെയ്ഖാക്കിയിട്ട് ആധുനിക പണ്ഡിതരിൽ പ്രധാനിയായ അശ്ശൈഖ് സുഹൈലി റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയോ ഈ ഷെയ്ഖ് സുഹൈലി ആരാ? ഇത് ഈ ഷെയ്ഖ് വഹബത്തു സുഹൈലി എന്ന് പറയുന്ന ഡോക്ടറാണ്, കടുത്ത വഹാബിയ. ഇദ്ദേഹത്തെയാണ് റളിയല്ലാഹു അൻഹു യൂട്യൂബിൽ അയാൾ പ്രസംഗിക്കുന്നത് കാണുന്നുണ്ട്. ഈ വഹബത്തു സുഹൈലിയുടെ പ്രസംഗം നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്ക്, വഹബത്തു സുഹൈലി പ്രസംഗിക്കുന്നത് കാണാം. ഇയാൾ ഇബ്നു അബ്ദുൽ വഹാബിനെ എഴുതി കിതാബ് എഴുതി, ഇബ്നു അബ്ദുൽ വഹാബിനെ പുകഴ്ത്തി കിതാബ് എഴുതിയ ആളാ. ഈ ഷെയ്ഖ് വഹബത്തു സുഹൈലി എന്നും പറഞ്ഞ് റളിയല്ലാഹു അൻഹു എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം എഴുതുന്ന ഈ വഹബത്തു സുഹൈലി എഴുതി വച്ചിരിക്കുകയാണ്.
അറിവിന്റെ മകത്തര വഴി കാട്ടി ഇന്ന് അതിശയ സമസ്തയും ശ്രുതിമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് അസർ ബാങ്ക് കൊടുക്കുകയാണ്. അപ്പൊ എല്ലാവരും പരിപാടി തിരിച്ചു വരും. മുഹമ്മദ് സഅദി പൊന്മളയുടെ വഹാബിസം ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ടാണ് തുടക്കം തന്നെ. പല മുടിക്കുട്ടികളും അത് കേൾക്കുമ്പോൾ BP കൂടുന്നവരുണ്ടാവും. അപ്പൊ എല്ലാവരും BP ഒക്കെ ഒന്ന് കുറക്കുക ഇൻഷാ അല്ലാഹ്. ഇനി പലതും വഹാബിസം എണ്ണി വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ലൈവ് എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഞങ്ങൾക്കൊക്കെ ഭീഷണിയുണ്ട്, ലൈവ് കൊടുത്താൽ പടച്ചവരോട് മറുപടി പറഞ്ഞു. തീർച്ചയായിട്ടും മറുപടി പറഞ്ഞിട്ട് ഇത് കൊടുത്തില്ലെങ്കിൽ ആ കമ്മാതിരി ആ CM ഇബ്രാഹിമൊക്കെ ഉണ്ടല്ലോ, ആ CM ഇബ്രാഹിം സമസ്തയെ കണ്ണിയത്തുസ്ഥാനം ചീത്തറാൻ ഓനെ കൊടുത്തേക്കണ്ടേ. 2.25 ലക്ഷം അഴിമതിന്റെ പേരിൽ നടന്ന ആ ലഅനത്തുള്ളാഹി CM ഇബ്രാഹിം, അയാളോട് CM മടവൂർ തങ്ങൾ പറഞ്ഞു, ഇജ്ജ് അവിടെ നിന്നാ മതി, അവിടെ തന്നെ നിൽക്കേണ്ടത്, ഇജ്ജ് നിൽക്കേണ്ടത് അവിടെ തന്നെ. ഒരിക്കലും എനിക്ക് സമസ്തയിൽ വരാൻ CM ഇബ്രാഹിമിന് ഒരിക്കലും അർഹതയില്ല. അതാണ് CM മടവൂരിന്റെ കറാമത്ത്. നീ നിൽക്കേണ്ടത് കാന്തപുരത്തിന്റെ കൂടെയാണ്, തട്ടിപ്പ് സംഘടന തന്നെയാണ്. ലൈവത്തിന് ഇൻഷാ അല്ലാഹ് ബാക്കി ഉടൻ തുടരും. ഉപയോഗിക്കുന്ന കിതാബുകൾ കടുത്ത വഹാബികളെ കിതാബ്. എന്നാ വഹാബിയാന്ന് പരിചയപ്പെടുത്തിക്കൂടെ? എന്നിട്ട് ബിദഈ ബാന്ധവുമായിട്ട് വന്നിരിക്കുക. എന്താ ഈ സുഹൈരി എഴുതി വെച്ചത്? അത്തവസ്സുലു ബിൽ മഖ്ലൂഖി വൽ ഇസ്തിഗാസതു ബിഹി ലാ ശക്ക ഫീ ജവാസിഹി ഇൻ കാനൽ മത്ലൂബു മിൻഹു ഹയ്യ. ജീവനുള്ള ആളുകളോടാണെങ്കിൽ തവസ്സുൽ നടക്കും, ജീവനുള്ള ആളുകളോടാണെങ്കിൽ ഇസ്തിഗാസ നടക്കും. അമ്മാ ഇൻ കാനൽ മത്ലൂബു മിൻഹു മയ്യിതൻ ഔ ഗായിബൻ ഫഗൈറു ജായിസ്. അതേ സമയത്ത് മരിച്ച ആളുകളോട് സഹായം തേടിക്കൂടാ. ഇത് എഴുതി വെച്ച കടുത്ത വഹാബിയയാണ്. ശൈഖാനെന്നും പറഞ്ഞ് ഇമാമാണെന്നും പറഞ്ഞ് റളിയല്ലാഹു അൻഹു എന്നും പറഞ്ഞു കൊടുക്കുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം. ബിദ്അത്തുകാരനെ ബഹുമാനിച്ചാൽ ദീന് പൊളിക്കുകയാണെന്ന് ചെയ്യുന്നതെന്ന് മഹാനായ റസൂലുള്ളാഹി. ആരാ ദീൻ പൊളിക്കുന്നത്? ഇപ്പൊ ആരാ ദീൻ പൊളിക്കുന്നത്? എന്താ ഈ ഹദീസ് ഇങ്ങോട്ട് ബാധകല്ലേ? ഈ ഹദീസൊക്കെ എന്താ വൺവേ? അപ്പോ ഒന്ന് വഹ്ബത്തു സുഹൈലി കടുത്ത വഹാബിയാണ്. അദ്ദേഹത്തിന്റെ കടുത്ത വഹാബിയ ചിന്ത ഷാഫിഈ മദ്ഹബിന് നിരക്കാത്ത ചിന്തയാണ് ഇവിടെ ഷാഫിഈ സുന്നികൾക്ക് ഫത്വ കൊടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അതും അദ്ദേഹം ഷെയ്ഖാണ് റളിയല്ലാഹു അൻഹു. അല്ല, എന്ത് വകുപ്പിലാ ഈ ഷെയ്ഖ് എന്ന് പറയുന്നത്? ഇവിടെ നാടൊട്ടാകുള്ള ഷെയ്ഖന്മാര് കള്ള ഷെയ്ഖ് എന്നും പറഞ്ഞ് നടക്കല്ലേ. ഓരോരോ ഷെയ്ഖന്മാരെ എതിർക്കാനുള്ള കാരണം എന്താ? ആ ഷെയ്ഖിന്റെ തുണിയുടെ കര കറുപ്പ് കരയാണ്, മറ്റേ ഷെയ്ഖിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയിട്ടുണ്ട്, ഈ ഷെയ്ഖിന്റെ പോക്കറ്റിന് കുടുക്കുണ്ട്. ഇതൊക്കെയാണ് ഷെയ്ഖിനെ എതിർക്കാനുള്ള കാരണം. ഷെയ്ഖിനും ത്വരീഖത്തിനും വ്യാപകമായി എതിർക്കുന്നു. ഹക്കായ ത്വരീഖത്താണെങ്കിലും വേണ്ടാന്നാ പറഞ്ഞത്. അങ്ങനെ കുറെ ഉണ്ട്. ഇപ്പൊ സമീപ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഓരോന്നും മുളച്ചു പൊന്തിച്ച് അവിടുത്തെ തെരീക്കത്ത് ഇവിടുത്തെ തെരീക്കത്ത് പല തെരീക്കത്തും. ഈ തെരീക്കത്ത് മുഴുവൻ ഇവർ ചെലവാക്കുന്നത് നിസ്വാർത്ഥനായ ആരിനെയാ കൊണ്ടുപോകും. കള്ളം പറഞ്ഞു എന്ത് സമ്മേളനമുണ്ട്. തങ്ങളുടെ തെരീക്കത്തിന് ഞാൻ തരൂല, തങ്ങളുടെ തെരീക്കത്ത് അക്കാ തെരീക്കത്താണെങ്കിലും ഞാൻ തരൂല. എന്തുകൊണ്ട്? ഈ തെരീക്കത്ത് ചെലവാക്കാനായിരിക്കും പേടിയിട്ടുണ്ടാവില്ല. ഹക്കായ ത്വരീഖത്താണെങ്കിലും ഞാൻ പോകൂല. അതെന്റെ ഹക്കായ ത്വരീഖത്തിന് ഇത്ര പ്രശ്നം? ഇത് സോക്കട് വേറെയാണ്. അതല്ലേ പറഞ്ഞ് ഒന്നും കൂടി കേൾപ്പിക്ക്. അങ്ങനെ കുറേയുണ്ട്. ഇപ്പൊ ഈ തെരീക്കത്ത് മുഴുവൻ ഇവർ ചെലവാക്കുന്നത് നിസ്വാർത്ഥനായ ആരിനെയാ കൊണ്ടുപോകും. കള്ളം പറഞ്ഞു എന്ത് സമ്മേളനമുണ്ട്. തങ്ങളുടെ തെരീക്കത്തിന് ഞാൻ തരൂല, തങ്ങളുടെ തെരീക്കത്ത് അക്കാതെ തെരീക്കത്താണെങ്കിലും ഞാൻ തരൂല. എന്തുകൊണ്ട്? ഈ തെരീക്കത്ത് ചെലവാക്കാനായിരിക്കും പേടിയിട്ടുണ്ടാവില്ല.
ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാ തങ്ങൾ ഈ തരീക്കത്തിനൊക്കെ വിമർശിക്കുന്ന ത്വരീക്കത്തിനെ ഹക്കായ ത്വരീക്കത്തിനെ മുഴുവൻ വിമർശിക്കുന്ന ആളായതുകൊണ്ടാ ഞാനിവിടെ വന്നത്. ഹക്കായ ത്വരീക്കത്താണെങ്കിലും ഞാൻ പോകൂല. എന്നിട്ടാ ഇവിടെ വഹാബിക്ക് തെർലിയത്തും ചൊല്ലി ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എനിക്കും പേടി ഉണ്ടാവും. ഇവിടെ എന്തെങ്കിലും വല്ല ഏതും ഉണ്ടോ അല്ലേ? പേടിക്കാൻ പറ്റുമോ? അപ്പോ ഹക്കായ ത്വരീക്കത്താണെങ്കിലും ഹക്കായ ത്വരീക്കത്താണെങ്കിലും ഞാൻ പോവൂല. ഞാനിവിടെ വന്നത് ഈ ത്വരീക്കത്തിനൊക്കെ തങ്ങൾ എതിർക്കുന്നു. ത്വരീക്കത്തിന് ഇതാണ് പ്രശ്നമുള്ളത്. എന്നിട്ട് ഒരു ചുവന്ന ബുക്ക് എഴുതിയിട്ട് ഓരോരോ ആൾക്കാരെ നമീമത്തും ഈപത്തും പറഞ്ഞിട്ട് മുഴുവൻ കള്ളന്മാരാണ് എന്നും പറയുന്നു. ഞാൻ ത്വരീക്കത്തിന്റെ ആളൊന്നുമല്ലട്ടോ. നീ അതും പറഞ്ഞു വരണ്ട. ഇനിയിപ്പോ അത് പറഞ്ഞത് പറയും നിങ്ങൾ കള്ളത്വരീക്കത്തേരനാണ്. അപ്പൊ അങ്ങനെ ഇപ്പോ ഈ വഹ്ബത്തു സുഹൈലി എന്ന് പറയുന്ന ആളെ തെർലിയത്തും ചൊല്ലിയിട്ട് ഷെയ്ഖാണ് എന്നും പറഞ്ഞിട്ട് അവതരിപ്പിച്ചിരിക്കാം. ഇനി അടുത്ത ആളെ കേട്ടോളി. മറ്റൊരു സ്ഥലത്ത് ഇദ്ദേഹം എഴുതുകയാണ്, ഷെയ്ഖ് ജസീരി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണുക. അതും അയാൾ എന്നെ കൊണ്ടുവരുന്നത്. ഷെയ്ഖ് ജസീരി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണുക. ഏതായി ഷെയ്ഖ് ജസീരി? അബ്ദുറഹ്മാനുൽ ജസീരി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വേറൊരാളെ കൊണ്ടുവരുന്നു. അവനും റളിയല്ലാഹു അൻഹു, അയാളും ഷെയ്ഖാണല്ലോ. പക്ഷേ അത് മൂപ്പര് അങ്ങനെ കൊണ്ടുവന്നാലും മൂപ്പര് മറ്റൊരു സ്ഥലത്ത് എഴുതുന്നുണ്ട്. വിശുദ്ധ റമളാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ബിദ്അത്തുകാരനായ ജസീരി പറയുന്നത് കാണുക. കണ്ടോ? മൂപ്പർക്ക് ആളറിയാം. പക്ഷേ മൂപ്പർക്ക് വേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യാ? ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയാ. മൂപ്പർക്ക് വേണ്ടാത്തോടത്തോ ബിദ്അത്തുകാരനായ ജസീരി എന്നും പറയാ. ഇത് ഈ കളി ബംഗാളിൽ നടത്തിയാൽ മതി, കേരളത്തിൽ നടത്തരുത് മക്കളെ. ഇതൊക്കെ വായിക്കുന്ന കുട്ടികളുണ്ടാവും. നിങ്ങളിത് വിൽക്കുമായിരിക്കും, പക്ഷെ ഞങ്ങളിത് വായിക്കുന്നുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് ബിദ്അത്തുകാരനായ ജസീരി, വേറൊരു സ്ഥലത്തോ ഈ ജസീരി ഇയാളും വഹാബിയ. ഇയാൾ എന്താ എഴുതി വെച്ചത്? അൽ ഫിഖു അലൽ മദാഹിബിൽ അർബഅ എന്ന് പറയുന്ന ഇദ്ദേഹം കൊണ്ടുവരുന്ന അതേ കിതാബിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ തന്നെയുണ്ട് അമ്മാ ബഅദ മൗതിഹി, മുസ്ലിം മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫലാ യുഖ്റഉ ഇൻദഹു ഷൈഉൻ, അവിടെ ഒന്നും ഓതാൻ പാടില്ല. ഇത് പറഞ്ഞ ആളാണ് അബ്ദുറഹ്മാനുൽ ജസീരി. ഇദ്ദേഹത്തെയാണ് റളിയല്ലാഹു അൻഹു ഷെയ്ഖ് എന്നൊക്കെ കൊടുത്തിട്ട് ഇദ്ദേഹം കൊണ്ടുവരുന്നത്. അപ്പൊ എന്താ നിങ്ങൾ റളിയല്ലാഹു അൻഹു എന്നൊക്കെ നിങ്ങള് മുബ്തദീനെ പറഞ്ഞ് മുബ്തദീനെ ആദരിക്കുകയാണോ ചെയ്യുന്നത്? മൻ വക്കറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം. മുബ്തദീനെ ബഹുമാനിച്ചാൽ ഇസ്ലാം പൊളിക്കുകയാണ് ചെയ്യുന്നതെന്ന് മഹാനായ റസൂലുള്ളാഹി. നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തൊന്നുമല്ല അജണ്ട, നിങ്ങൾക്ക് വേറെ കുറെ അജണ്ടകളാണ് എന്ന് ഒരാൾ ചിന്തിച്ചാൽ അയാളെ കുറ്റപ്പെടുത്താൻ പറ്റൂല. ഇപ്പൊ കണ്ടോ, ഇന്നലെ ഇവിടെ ഒരു വലിയ സമ്മേളനം ഉണ്ടായി. ഈ സമ്മേളനത്തിൽ 10 കൊല്ലത്തേക്കുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങൾ ആരോ കേട്ടോ? ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞതാണ് മഹല്ല് ശാക്തീകരണം. എവിടെ കൂട്ടരെ നിങ്ങൾക്ക് മഹല്ലുള്ളത്? ഉണ്ടായിട്ട് വേണ്ടേ ശക്തിയാക്കാൻ? ഞാൻ ചോദിക്കട്ടെ, അഖിലേന്ത്യാ നേതാവ്, അഖിലേന്ത്യാ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഖത്തീബ് എഴുന്നേറ്റുകൊണ്ട് ഇന്ന നേതാവ് പറഞ്ഞിട്ടുണ്ട് എന്ന് വെള്ളിയാഴ്ചയിൽ ഖത്തീബ് വന്നിട്ട് എടരിക്കോട് പള്ളിയിൽ പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പുറത്ത് വെന്നിയൂര് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ചങ്കുവെട്ടിയിൽ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പുറത്ത് സ്വാഗതമാടിൽ പറയാൻ പറ്റുമോ? ഇല്ല. രണ്ടത്താണിയിൽ പറയാൻ പറ്റുമോ? പുത്തനത്താണിയിൽ പറയാൻ പറ്റുമോ? കരിപ്പോളിലും കാർത്തലയിലും കാവുംപുറത്തും പറയാൻ പറ്റുമോ? അവിടെയൊന്നും പറയാൻ പറ്റൂല. പിന്നെന്താ ഇത്? പിന്നെ നിങ്ങൾ എങ്ങനെ ശാക്തീകരിക്കരുത്? അപ്പൊ ഞാൻ കുറെ ആലോചിച്ച്, എന്താണ് ഇപ്പൊ ഇവര് മഹല്ല് ശാക്തീകരണം എന്ന് പറയുന്നത്? എങ്ങനെ ഇപ്പൊ ഇത് നടക്കുക?
മഹല്ല് ശാക്തീകരണം എങ്ങനെ നടക്കുക എന്ന് ഞാൻ കുറെ ആലോചിച്ചു നോക്കി. അവസാനം എനിക്ക് തോന്നി അത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വായിച്ചപ്പോ തെറ്റിയതായിരിക്കും. മഹല്ല് ശിഥിലീകരണം എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. തന്നെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. മഹല്ല് ശിഥിലീകരണം എന്ന് എഴുതിയത് അറിയാതെ എന്ത് വായിച്ചു പോയതായിരിക്കും? മഹല്ല് ശാക്തീകരണം എന്ന് വായിച്ചു പോയതായിരിക്കും. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. അത് ഇബാറത്ത് വായിച്ചപ്പോ എന്തോ പ്രശ്നം വന്നതാ. പക്ഷേ അതിന്റെ ശേഷം വന്ന കർമ്മപദ്ധതി അതിനെ തെളിയിച്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ ശേഷം വന്ന കർമ്മപദ്ധതി എന്താ? എല്ലാ മഹല്ലിലും സുബഹിന്റെ ശേഷം ക്ലാസ് തുടങ്ങണം. അപ്പൊ മനസ്സിലായി ഈ നേരത്തെ പറഞ്ഞ ശാക്തീകരണം എന്നുള്ളത് എന്താണ്? ശിഥിലീകരണാണ് എന്ന് കുറെ കൂടി വ്യക്തമായി. കാരണം എന്താ? സുബഹിന്റെ ശേഷം എന്തിനാ ക്ലാസ് തുടങ്ങണത്? അറിയോ? അത് കേട്ടില്ല? അത് പറഞ്ഞിട്ടുണ്ട്. സമസ്തയുടെ മഹല്ലല്ലാത്തിടത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ ആദ്യമായി ചെയ്യേണ്ടത് സുബഹിന്റെ ശേഷം ഒരു ക്ലാസ് തുടങ്ങണം. ആ ക്ലാസുകളിൽ നിങ്ങൾ ഡാഷിനെ പറ്റി ഒന്നും പറയരുത്. അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് വന്ന് ഇഖ്ലാസ് ഉണ്ട് എന്ന് അവർക്ക് തോന്നിയാൽ മതി, വേണമെന്നില്ല. ഇഖ്ലാസ് ഉണ്ട് എന്ന് അവർക്ക് തോന്നിയാൽ മെല്ലെ മെല്ലെ ഡാഷിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. അപ്പോ സംഭവം ഉറപ്പായി, ഐനുൽ യഖീനായി. ശാക്തീകരണം എന്നുള്ളത് നുസ്ഖ പഴച്ചതാണ്. എന്താണ് അവിടെയുള്ളത്? മഹല്ല് ശിഥിലീകരണമാണ്. വളരെ വ്യക്തമാകുന്നുണ്ട്. വേറെയൊന്ന് അവിടെ പാസ്സാക്കിയത് എന്താ നിങ്ങൾക്കറിയോ? ദിക്റും സ്വലാത്തുകളൊക്കെ SYSന്റെ പേരിലാക്കണം. ദിക്റും സ്വലാത്തും SYSന്റെ പേരില് എന്താ ഈ പറയുന്നത്? ഞാനിങ്ങനെ ആലോചിച്ച്, ഇടക്കാലത്ത് ഇവിടെ ഹെൽമറ്റ് കമ്പൾസറി ആയി. നിർബന്ധമായും ഇരുചക്ര വാഹനക്കാർ ഹെൽമറ്റ് ധരിക്കണമെന്നുള്ള നിയമം വന്ന്. അപ്പൊ തന്നെ ആരോപണമുണ്ട് ഇത് RTO പോലീസ് ഡിപ്പാർട്ട്മെന്റും ഹെൽമറ്റ് പ്രൊഡ്യൂസേഴ്സും തമ്മിലുള്ള രഹസ്യ ഡീലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഹെൽമറ്റ് പരമാവധി സെയിലാവട്ടെ എന്ന് വിചാരിച്ചുള്ള ഒരു ഹിഡൻ അജണ്ടയാണ് എന്ന് അന്നെ ആരോപണമുണ്ട്. ഉടൻ തന്നെ 700 രൂപയുടെ ഹെൽമറ്റ് 1000ഉം 1500 രൂപയായി. പക്ഷേ അപ്പോഴേക്ക് ഇവിടെ റോഡ് സൈഡിൽ കുറെ ഹെൽമറ്റ് വന്ന് പാളേറ്റ് ഉണ്ടാക്കിയത്, അതുപോലെ ഫൈബറേറ്റ് ഉണ്ടാക്കിയത് 300 രൂപയ്ക്ക് 250 രൂപയ്ക്കൊക്കെ ഹെൽമറ്റ് കിട്ടാൻ തുടങ്ങി. ഉടൻ പോലീസ് ഉത്തരവിറക്കി, ISI ഇല്ലാത്ത ഹെൽമറ്റ് അസ്വീകാര്യമാണ്. ഇതുപോലെ SYSന്റെ സീലില്ലാത്ത സ്വലാത്തും ദിക്റും സ്വീകരിക്കപ്പെടൂല. ആര് സ്വീകരിക്കൂല? അല്ലാഹു സ്വീകരിക്കൂല. ഇതെന്താ കാരണം എന്നറിയോ? ഇതിന് കാരണങ്ങളാരും വിചാരിക്കണ്ട. ഇത് അവരെന്നെ കാരണം പറയുന്നുണ്ട്. ഓരോരുത്തർ ഈ സംഘടനന്റെ ഉപ്പും ചോറും തിന്നിട്ട് അവര് നല്ല സ്വലാത്തൊക്കെ ഉണ്ടാക്കിയിട്ട് അവരിങ്ങനെ പൈസ ഉണ്ടാക്കുന്നു. ഒന്നും സംഘടനക്ക് കിട്ടുന്നില്ല. അപ്പൊ ദിക്റും സ്വലാത്തൊക്കെ എന്തിനാ മക്കളെ? എന്തിനാണ് ഈ ദിക്റും സ്വലാത്തൊക്കെ? ഇതേ നമ്മളെ കാസർഗോഡ് ജില്ലയില് ഒരു പള്ളിയിലെ ഒരു നേതാവ് 27-ാം രാവിന്റെ അന്ന് പള്ളിയുടെ ഉള്ളിൽ വന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തു. എന്നിട്ട് നേരെ വന്നിട്ട് ചോദിക്കാണ്, എങ്ങനെയുണ്ട് എന്റെ ദുആ? ആളെ പേരൊന്നും പറയില്ല. എങ്ങനെയുണ്ട് എന്റെ ദുആ? അപ്പൊ ഈ താഴെ നടത്തിയത് മുഴുവൻ അഭിനയല്ലേ മക്കളെ? മാനായ റബ്ബേ, ഇങ്ങനെ ഒരു വിഭാഗം വന്നിരിക്കുന്നു. എന്തിനാണ് ഈ ചെയ്യുന്നത്? ഒരു നേതാവ് മരിച്ചു കഴിഞ്ഞാൽ ഉടൻ മൊബൈലിലേക്ക് SMS വരും, നിങ്ങളുടെ ഖത്മുകളും തഹ്ലീലുകളും ഈ നമ്പറിൽ സെൻഡ് ചെയ്യുക. എങ്ങനെ ഈ ഖത്മും തഹ്ലീലൊക്കെ നമ്പറിൽ സെൻഡ് ചെയ്യാം?
വാട്സപ്പ് നമ്പർ ഇന്നത്, ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഖത്തുമുകൾ അയക്കാവുന്നതാണ്. അപ്പൊ ഒരു ദിവസം ഇത് കണ്ടപ്പോ അതാ റേഡിയോ ഉണ്ടല്ലോ, സുന്നി ഓൺലൈൻ റേഡിയോ, അതിലിത് പറഞ്ഞിട്ടപ്പോ ഞാൻ വേഗം 25 എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തു. ഉടൻ 900 നമ്പറിലുള്ള ആള് അതാ അള്ളാഹു അവർക്ക് പുണ്യം കൊടുക്കട്ടെ 25 ഖത്മോദിയിട്ടുണ്ട്. ഞാൻ വെറുതെ 25 ഇട്ട് കൊടുത്തതാ. തഹ്ലീലാന്നുമില്ല, ദിക്റാന്നുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, വെറുതെ 25. എന്നിട്ട് പറയാന് ഇപ്പോ 175ഉം 25ഉം 200 ഖത്തുമായിട്ടുണ്ട്. ഈ പുണ്യം സഹോദരെ നമ്മുടെ സംഘടനയിലില്ലാത്ത ആർക്കാണ് ഇത് ലഭിക്കുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വേണ്ടി കുറെ തോരുന്നു. ഞാൻ വെറുതെ 25 അയച്ചതാ. ഇങ്ങനെ ദിക്റും സലാത്തുകളും ഒക്കെ ഒരു കോമഡിയാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നിട്ടിപ്പോ ലാസ്റ്റ് അവസാനം ഇപ്പോ ബർക്കത്തിന് വേണ്ടി ദിക്റ് കൊടുക്കുന്നതും ത്വരീഖത്ത് കൊടുക്കുന്നതും ഇപ്പോ അതും സ്വീപ്പാക്കിയിരിക്കുകയാണ്. ഇവിടെയുണ്ടോ? ഇല്ല. അപ്പോ പറഞ്ഞു വന്നത്, ഇനി കുറച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പുതിയ നിയമം എന്താ? ദിക്റും സ്വലാത്തും SYSന്റെ പേരിലാക്കണം. പക്ഷെ ആ നിയമം അനുസരിക്കാതെ കുറെ ആൾക്കാർ ദിക്റും സ്വലാത്തും നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നിയമം വന്നത്. പറഞ്ഞില്ലേ, എന്നിട്ട് അവര് പൈസാക്കുന്ന സംഘടനക്കൊന്നും കിട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത യോഗം വരുമ്പോ തീരുമാനം, ഇനി നിങ്ങൾ SYSന്റെ കീഴിലാക്കുന്നില്ലെങ്കിൽ ദിക്റിനും സ്വലാത്തിനും നിർബന്ധമായിട്ടും SYSൽ ഇൻകം ടാക്സ് അടച്ചോളണം. അടുത്ത ഇനി അങ്ങനെ വരിക, ഇൻകം ടാക്സ് അടക്കേണ്ടി വരും. അങ്ങനെ ഇവിടെ സമസ്തയുടെ 3 യുഗങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. 3 യുഗം എന്ന് പറഞ്ഞാൽ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, EK ഹസൻ മുസ്ലിയാർ, താജുൽ ഉലമ. 3 യുഗങ്ങളാണല്ലോ സമസ്തക്കുള്ളത്. അപ്പൊ ഇവിടെ ആര് വിട്ട്? റഈസുൽ മുഹക്കിക്കീൻ കണ്ണിയത്ത് ഉസ്താദ് വിട്ടുപോയി, ശംസുൽ ഉലമ വിട്ടുപോയി. ആലോചിക്കണം നിങ്ങൾ, ഷിയാക്കൾ ഇസ്ലാമിനെ അവതരിപ്പിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ് പറയുക. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒഴിവാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ഒഴിവാണ്. അവരില്ലാത്ത ഇസ്ലാമാണ് ഇവിടെ ഷിയാക്കൾ അവതരിപ്പിക്കുന്നത്. ഇതുകൊണ്ടാണ് സബ്ബു ശൈഖൈനി, റിദ്ദയുടെ ബാബിൽ പറയുന്നു, ശൈഖൈനിയെ ചീത്ത പറയാൻ പാടില്ല. ശൈഖൈനിയെ ഒഴിവാക്കിയിട്ടാണ് ഷിയാക്കൾ ഇസ്ലാമിനെ അവതരിപ്പിക്കാറുള്ളത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതൊക്കെ വലിയ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. നമുക്കെല്ലാവർക്കും സ്വർഗത്ത് പോണ്ടേ. കളവും വഞ്ചനയും കാപ്പട്ടിയും ഒക്കെ ഒഴിവാക്കണം. അള്ളാഹു നമ്മെയും അവരെയും നന്നാക്കി തെരുമാറാകട്ടെ. കർമ്മശാസ്ത്രത്തിൽ നടത്തിയ തിരിമറികൾ പറഞ്ഞാൽ ഇവിടെ അനുവദിക്കപ്പെട്ട സമയമൊന്നും തീരൂല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇതിപ്പോ ഒരാള് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഇനി മറ്റൊരാളുടെ ഇത് കേൾക്കണോ നിങ്ങൾക്ക്? ഇതാ വേറൊരു ഫത്താവ അസീസിയ. കാര്യങ്ങള് അറിയില്ല, എന്തെല്ലാം ഫത്തുവകളുണ്ട്. കോഴിക്കോട് മുങ്ങാടി പോയോക്കിയാ കാണാം. ചിക്കൻ തൂക്കിട്ടമാതിരി ഇങ്ങനെ ഫത്തുവ തൂങ്ങണേ കാണാം. അപ്പോ ഇതിലൊരു ഫത്വ, ഇതിൽ പറയുന്നു, മയിലിനറിയോ നിങ്ങൾക്ക്? നാഷണൽ ബേർഡ്, നമ്മുടെ ദേശീയ പക്ഷിയാണ് മയില്. ഈ മയിലിനെ പറ്റിയിട്ടൊരു ചോദ്യം ഇതാരറിയോ? കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ. മറ്റേ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ളൂ കേട്ടോ, പൊന്മണന്റെ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, കുറേ ഉണ്ട്, ഓരോരുത്തർക്ക് പറയാനോ. അപ്പോ ഫത്താവ അസീസിയ, അദ്ദേഹം അസീസിയ സ്ഥാപനം നടത്തുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഫത്താവ അസീസിയ എന്ന് പേരിട്ടത്. ഇനി ഭാവിയിൽ മൂപ്പർക്ക് വരുന്ന ലക്കബലമ് ഇസ്സത്തുൽ ഉലമ അങ്ങനെ വരിക. മനസ്സിലായോ? അത് അങ്ങനെയാണ് കൂട്ടുന്നത്. മറ്റാൾക്ക് സിറാജുൽ ഉലമ അങ്ങനെയും വരും. ഇരിക്കട്ടെ. അപ്പോ ഒരു ചോദ്യം, ഉത്തരേന്ത്യയിലെ മക്ബറയിൽ മയിൽപീലിയും മറ്റും വെക്കുന്നതായി കാണുന്നു.
ഇത് നജസിന്റെ ഗണത്തിൽ പെടുകയില്ലേ? എന്താണ് ഇതിന്റെ ഇസ്ലാമിക വീക്ഷണം? മറുപടി: ഉത്തരേന്ത്യയിൽ കൂടുതലും ഹനഫി മദ്ഹബുകാരാണ്. ഷാഫി മദ്ഹബിലാണെങ്കിൽ തന്നെ ചത്ത ജീവിയാണെങ്കിലേ പ്രശ്നമുള്ളൂ, അറുത്തതാണെങ്കിൽ വിരോധമില്ല, അത് നജസിന്റെ പരിഗണനയിൽ പെടുകയുമില്ല. എന്നു മാത്രമല്ല, അറുക്കപ്പെട്ട മയിലിനെ തിന്നൽ ഹലാലാണ്. അറുക്കപ്പെട്ട മയിലിനെ തിന്നൽ ഹലാലാണ്. നിങ്ങൾക്ക് അറുക്കപ്പെട്ട നായിനും തിന്നൂടെ? കണ്ടീനൊക്കെ അറക്കാൻ പറ്റുമോ? അർച്ചീനൊക്കെ തിന്നാനും പറ്റുമോ? മയിലിനെ അറക്ക്. എന്തായി പറയുന്നത്? മയില് ഹറാമായ ജീവിയാണ്. ഷാഫി മദ്ഹബിലെ ആധികാരികമായ നിയമം മയിലിനെ തിന്നൽ ഹറാമാണ്. മിൻഹാജിലുണ്ട്, തുഹ്ഫയിലുണ്ട്, സകല ഫിഖ്ഹി ഗ്രന്ഥങ്ങളിലുണ്ട്. അല്ലാ, ഇങ്ങനെ അങ്ങോട്ട് ഫത്വ കൊടുക്കുക. എന്നിട്ട് ഇതിന് അവതാരിക എഴുതുന്ന ആൾക്കാരോ ചെറിയ ആൾക്കാരൊന്നുമല്ല, വലിയ വലിയ ആൾക്കാർ. ഈ ഫത്വ കഴിഞ്ഞ് അധികം കഴിഞ്ഞില്ല, ഉടൻ പത്രത്തിൽ റിപ്പോർട്ട് വന്ന് 4 minors അറസ്റ്റഡ് ഫോർ കില്ലിംഗ് ഈറ്റിംഗ് പീകോക്ക്. മയിലിനെ അറുത്ത് തിന്നതിന്റെ പേരിൽ 4 കുട്ടികൾ അറസ്റ്റിൽ. ഇന്ത്യൻ എക്സ്പ്രസിൽ വാർത്ത വന്നു. എന്തിനാ ഈ സാധുക്കളെ? അല്ലെങ്കിൽ തന്നെ കേസില. എന്തിനായി നിങ്ങളൊക്കെ കേസ് കൊടുക്കുന്നത്? മുസ്ലിം ചെറുപ്പക്കാര് 4 കുട്ടികൾ മയിലിനെ തിന്നതിന്റെ പേരിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ഇമ്മാതിരി ഫത്വ കൊടുത്താൽ പിന്നെ കുട്ടികൾ തിന്നാതിരിക്കുവോ? ചിലപ്പോ ദേശസഭേരനായിരിക്കും. അങ്ങനെ ഇത് വേറൊരു ഭാഗത്ത്. ഇങ്ങനെ ഷാഫി മദ്ഹബില് ഒരുപാട് എന്തിനാണ് ഇവർക്കിത് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്നാ ഇസ്ലാമികും സോഷ്യലിസവും ഇസ്ലാമും തീവ്രവാദവും അങ്ങനത്തെ പുസ്തകമൊക്കെ എഴുതിക്കൂടെ? ഇമ്മാതിരി വിഷയങ്ങളൊക്കെ എന്തിനാ തൊടുന്നത്? അല്ലെങ്കിൽ നോക്കിയിട്ട് നേരെ വൃത്തിയിൽ എഴുതുക. ഇനി അവതാരിക എഴുതുന്ന ആൾക്കാര് ഇതൊന്ന് നോക്കിയിട്ട് ഇത് ശരിയുണ്ടോന്ന് ഉറപ്പുവരുത്തിയിട്ട് എഴുതി കൊടുത്താൽ പോരെ? ഇതൊക്കെ സാധാരണ ജനങ്ങൾ വായിക്കും. എത്ര വിഷയങ്ങള്. ഇനി ഇതിൽ തന്നെ വേറൊരു സ്ഥലത്ത് എന്താ ഉള്ളത്? 113 പേജിൽ സയ്യിദ് കുടുംബത്തിൽപ്പെട്ടവർ മുബ്തദീങ്ങളായാൽ അവരെ ബഹുമാനിക്കേണ്ടതുണ്ടോ? മുബ്തദീങ്ങൾ തങ്ങന്മാരായ ബഹുമാനിക്കേണ്ടതുണ്ടോ? മുബ്തദിയായാൽ ആരെയും ബഹുമാനിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ തങ്ങന്മാര് എന്തായാലും അലാ അയ്യ ഹാലിൻ കാനു, അവരെങ്ങനെയായാലും അവരെ ബഹുമാനിക്കണം സയ്യിദ് എന്ന നിലക്ക് എന്നതാ ബിഗയുടെ അവസാനത്തിൽ പറയുന്നു. കുറച്ചൊന്നുമല്ല, ഒരുപാട് വിഷയങ്ങൾ തിരിമറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെങ്കിലും നമ്മൾ സ്ട്രോങ് സുന്നിയാന്ന് വരുത്തിയാൽ മതി. അതിന് ഗ്രന്ഥങ്ങളിൽ എന്ത് തിരിമറി നടത്തിയാലും അത് കുഴപ്പമില്ല. മക്കളെ, എലിനെ കൊല്ലുമ്പോ മൂലോട് പൊട്ടുന്നത് നോക്കണ്ടേ? എങ്ങനെങ്കിലും എലിനെ കൊന്നാ മതിയോ? ഓട് പൊട്ടി അടുത്ത വർഷത്തിൽ മഴ പെയ്യൂലേ? എലിനെ കൊല്ലണം, ശരി. പക്ഷെ അപ്പൊ എന്ത് ശ്രദ്ധിക്കണം? മൂലോട് പൊട്ടുന്നത് നോക്കണ്ടേ? ഓട് പൊളിച്ചിട്ടാ എലിനെ കൊല്ലല്? അപ്പൊ ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയ. എന്നിട്ടിപ്പോ പോയിരിക്കുകയാണ് സാക്കിർ നായിക്കിന്റെ അടുത്തേക്ക്. സാക്കിർ നായിക്കിന്റെ അടുത്തേക്ക് കണ്ടോ നിങ്ങള്? അല്ലേ, കാണില്ലേ? സാക്കിർ നായിക്കിന്റെ അടുത്തേക്ക് പോയിക്ക. അതിനെപ്പറ്റി ചോദിച്ചപ്പോ മറുപടി സാക്കിർ നായിക്ക് സുന്നിയാണ്. ഇപ്പൊ സുന്നിയായി, ഇപ്പൊ സുന്നിയായി സാക്കിർ നായിക്ക്. ആ സാക്കിർ നായിക്ക് എന്താ പറയുന്നത്? സാക്കിർ നായിക്കിന്റെ പുസ്തകമാണിത്, ഫോക്കസ് ഓൺ ഇസ്ലാം. ഇതിൽ സാക്കിർ നായിക്ക് പറയുന്നു, സാക്കിർ നായിക്ക് പറയാണ്, നോ ഷിയ ഓർ സുന്നീസ് മെൻഷൻഡ് ഇൻ ദ ഹോളി ഖുർആൻ. ഖുർആനിൽ ഷിയയാവണം സുന്നിയാവണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയുകയാണ്, there is nothing like ഷിയ സുന്നി ഇൻ ഇസ്ലാം. ഇസ്ലാമിൽ സുന്നി ഷിയ എന്നൊന്നുമില്ല. ഷിയ ആൻഡ് സുന്നി ഈസ് പൊളിറ്റിക്കൽ ഡിഫറൻസ്. ഷിയയും സുന്നിയൊക്കെ രാഷ്ട്രീയ വ്യത്യാസം മാത്രമാണ്.
നോക്കണേ നിങ്ങൾ, ഷിയയും സുന്നിയും ലീഗും മാർക്സിസ്റ്റും പറയുന്നത് പോലെയാണ്. അതാ പൊളിറ്റിക്കൽ ഡിഫറൻസ്. എന്നിട്ട് മൂപ്പര് പറയുകയാണ്, ഇങ്ങനെ ഷിയയും സുന്നിയും ഇതൊക്കെ രാഷ്ട്രീയ വ്യത്യാസമാണ് എന്ന് പറയുന്ന സാക്കിർ നായിക്ക് നബിദിനം ആഘോഷിക്കുന്നതിനെ പറ്റിയിട്ട് പറയുന്നു, ദ പ്രൊഫറ്റ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നെവർ സെഡ്, റസൂലുള്ള ഒരിക്കലും പറഞ്ഞിട്ടില്ല, നിങ്ങൾ യു ഹാവ് പ്രൊസഷൻ ഫോർ മൈ ബർത്ത്ഡേ ഓർ മൈ ഡെത്ത്, എന്റെ ജനനത്തിനോ മരണത്തിനോ നിങ്ങൾ ആഘോഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നബി തങ്ങൾ ജനിച്ചതും മരിച്ചതും ഒക്കെ റബീഉൽ അവ്വലാണ്. ഐ the people, ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നു, are you celebrating his birthday or celebrating his death day? നിങ്ങൾ ജന്മദിനമാണോ ആഘോഷിക്കുന്നത്, മരണദിനമാണോ ആഘോഷിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പൊ മൂപ്പരേറ്റ് അതാ കൈയൊക്കെ പിടിച്ച് നല്ല കറുത്ത കോട്ട് ഓൽക്കിട, വേറെ ഏതെങ്കിലും ഇട്ടാൽ കളത്തൊരിക്കത്തേരാണ്. ഓൽക്ക് പ്രശ്നമൊന്നുമില്ല. ഓരോരോ ശൈഖന്മാരെ എതിർക്കാൻ കാരണം പറഞ്ഞ അതാണ്, മൂപ്പര് കറുത്ത കുപ്പായിട്ടിക്കണ്. വലുതായി കാണിക്കാന് സൂമാക്കി കൊടുക്കേ. അങ്ങനെ ഇരിക്കട്ടെ. ചില കുട്ടികള് ഈ മുയ്യിസുന്നന്റെ, ഈ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ശൃംഖലയിൽപ്പെട്ട ഈ മുയ്യിസുന്നിയിലെ കുട്ടികള് തീവണ്ടി കയറി കഴിഞ്ഞിട്ട് ടിക്കറ്റ് ചോദിച്ചാൽ കൊടുക്കണില്ല, തരൂലെന്നറിഞ്ഞു. അപ്പൊ എന്താ മോനെ കൊടുക്കാത്ത? അത് അയാള് കള്ളത്തൊരീക്കത്തേർന്ന കറുത്ത കുപ്പായിട്ടിക്കണെന്നാ പറഞ്ഞു. അങ്ങനെ ആക്കിയെടുത്തിക്കാണ്. അങ്ങനെ ഇവിടെ ആകെ കൂടെ ഒരു കാപ്പട്ടിയും പുകമറയും സൃഷ്ടിച്ചിരിക്കുകയാണ്. പിന്നെ ഇദ്ദേഹം ചെയ്ത എന്താ അറിയോ? മുജാഹിദീങ്ങൾ ചെയ്യുന്ന മറ്റൊരു പണിയാണ് സ്ത്രീകളെ മയ്യത്ത് നിസ്കാരം. പുരുഷന്മാർക്ക് മുമ്പ് സ്ത്രീകളുടെ മയ്യത്ത് നിസ്കാരം, പുരുഷന്മാരുടെ മുമ്പ് സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കുന്നതിനെ പറ്റിയിട്ട് മൂപ്പര് ആദ്യം ചോദിച്ചപ്പോൾ ഈ സാക്കിർ നായിക്കില്ലേ, സാക്കിർ നായിക്ക് ഒരു കാലത്ത് അദ്ദേഹം ആദ്യം രംഗത്ത് വന്നത് കമ്പാരിറ്റീവ് റിലീജിയന്റെ ഒരു പ്രഭാഷകനായിട്ടാണ് വന്നത്. മതതാരതമ്യ പഠനം അദ്ദേഹത്തിന്റെ പ്രമുഖ അജണ്ട അതായിരുന്നു. മതങ്ങൾ തമ്മിലുള്ള താരതമ്യ പഠനം. ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ വഹാബിസം ഒന്നും പ്രകടമായിരുന്നില്ല. അക്കാലത്ത് ഇദ്ദേഹം വേൾഡിൽ ഫേമസ് ആയപ്പോ കേരളത്തിൽ സമസ്തയും കൊണ്ടുവന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളു മനസ്സിലായപ്പോൾ അദ്ദേഹത്തെ അകറ്റുകയാണ് ചെയ്തത്. ഇവരിപ്പോഴാ ചെയ്യുന്നത്. ഓക്കണേ നിങ്ങൾ, ഇനി അത് പറയണ്ട. ഇതാ അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകം സാക്കിർ നായിക്കിന്റെ ആൻസർ ടു നോൺ മുസ്ലിം കോമൺ ക്വസ്റ്റ്യൻ അബൌട്ട് ഇസ്ലാം എന്ന ഈ പുസ്തകത്തിൽ മൂപ്പര് പറയുകയാണ്, മുസ്ലിംസ് ഷുഡ് ബി യുണൈറ്റഡ്, മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടാകണം. വൈ ആർ മുസ്ലിംസ് ഡിവൈഡഡ് ഇൻ ദ സെക്ട്സ്, ഡിഫറന്റ് സ്കൂൾസ് ഓഫ് തോട്ട്. എന്തിനാണ് മുസ്ലിമീങ്ങൾ വിവിധ മദ്ഹബകളാകുന്നത്? എന്തിനാണ് ഷാഫിഈ, എന്തിനാണ് ഹനഫി, എന്തിനാണ് ഹംബലി? സം കോൾ ദംസെൽസ് ഹനഫി ഓർ ഷാഫി ഓർ മാലിക്കി ഹംബലി. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ പോരെ. ഷാഫിയും ഹനഫിയും ഇതൊന്നും റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പറയുന്ന ആളാണ് സാക്കിർ നായിക്ക്. എന്നിട്ട് ആ മൗലിയർ നിങ്ങൾക്ക് അറിയില്ലേ? ആ മൗലിയർ അറിയോ? അറിയില്ലേ? ആരാ? സയ്യിദുൽ അഖ്താൻ. മനസ്സിലായോ? സി മുഹമ്മദ് ഫൈസി. അപ്പോ അങ്ങനെ ബിദഈ ബന്ധം ആരോപിക്കുകയാണ്. അല്ല, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? പറയണം നിങ്ങൾ. അപ്പോ സാക്കിർ നായിക്ക് സുന്നിയാണെന്നൊന്നും പറയാൻ പറ്റൂല. അദ്ദേഹത്തിന് മദ്ഹബില്ല. ഷാഫിയും ഹംബലിയും മാലിക്കും എന്നുള്ളത് ഇസ്ലാമിലില്ല. അത് തെറ്റാണ്, ഇസ്ലാമിനെ ഭിന്നിപ്പിക്കലാണ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ആളാണ് സാക്കിർ നായിക്ക്. പറയട്ടെ, സ്ത്രീകളെ മയ്യത്ത് നിസ്കാരം, ഈ മയ്യത്ത് നിസ്കാരം മുജാഹിദീങ്ങൾ തുടങ്ങുന്നത് കൊണ്ട്
ഇദ്ദേഹം പറഞ്ഞത് ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് പുരുഷന്മാരുടെ നിസ്കാരത്തിന് മുമ്പ് സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് പ്രോത്സാഹജനകമല്ല എന്ന് വ്യക്തമായി. സ്ത്രീകൾ സ്വന്തമായി നിസ്കാരം നടത്തുന്നത് അഭികാമ്യമല്ല തന്നെ. അപ്പൊ ഒരു കാലത്ത് ഈ നിസ്കാരം അഭികാമ്യമല്ല, അതുപോലെ പ്രോത്സാഹജനകമല്ല എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ട് പിന്നീട് ഇദ്ദേഹം പുതിയ കിതാബ് എഴുതി, അൽ ഫതാവ ദഹബിയ്യ. ഫതാവ ദഹബിയ്യ എന്ന പുതിയ കിതാബല്ല, ആ മലയാളം അങ്ങോട്ട് അറബിയിലാക്കിയിട്ട് പേരാണ് മാറ്റിക്കാൻ. മനസ്സിലായില്ലേ? ദഹബിയ്യ എന്ന് പേരിട്ട് മനസ്സിലായോ? അതാ നാട് നോക്കിയിട്ട് ആ നാടിന്റെ ഒരു സൂചന കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തതാണ്? അല്ലാ, ഇങ്ങനെ നാടിന്റെ സൂചന നോക്കിയിട്ട് അറബിയിൽ പേരുണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ അടുത്തുള്ള വിമാനത്താവളമുള്ള നാട്ടിലൊന്നും ആയില്ല ഇദ്ദേഹത്തിന്റെ നാട്. ഇരിക്കട്ടെ. പിന്നെ ഇരിക്കട്ടെ. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്ത്? പണ്ട് ആ നിസ്കാരം അഭികാമ്യമല്ല, പ്രോത്സാഹജനകമല്ല എന്ന് പറഞ്ഞു. പിന്നീട് കുറെ കഴിഞ്ഞപ്പോ അദ്ദേഹം പറയുകയാണ്, അമ്മ കബുല സ്വലാത്തിഹിം, ആണുങ്ങൾ നിസ്കരിക്കും മുമ്പുള്ള നിസ്കാരം ഫലാതസിഹു, അത് സ്വഹീഹല്ല, ബൽ തഫ്സുദു, അത് ഫാസിദാണ്, വതൽസബു ബിൽ ഇഖ്ദാമി അലൈഹാ, ചെയ്താൽ അത് വലിയ കുറ്റമാണ്, ഹറാമാണ് എന്ന് പറഞ്ഞു കളഞ്ഞു ഇദ്ദേഹം. പണ്ട് അഭികാമ്യമല്ല, പണ്ട് പ്രോത്സാഹജനകമല്ല, ഇപ്പൊ ഹറാമാണ്. ഇതെങ്ങനെ അങ്ങനെ ആയത്? പ്രോത്സാഹജനല്ല എന്നെന്താ? ഏറിപ്പോയ ഖിലാഫുൽ ഔല, അല്ലെങ്കിലോ കറാഹത്ത്, ഇത്രല്ലേ വരുള്ളൂ. ഇപ്പൊ പറയുന്നത് സ്വഹീഹല്ല, ഹറാമാണ്, കുറ്റമാണ്. എന്താ മുജ്തഹിദ? ഇത് ചോദിച്ചപ്പോ ഓരോരുത്തർ പറയാ, ആദ്യത്തേത് കദീമായ അഭിപ്രായമാണ്, ഇത് ജദീദായ അഭിപ്രായമാണ്. നിങ്ങൾ എവിടുക്ക കൊണ്ടോണെന്നൊക്കെ നമ്മക്കറിയാം. അതൊന്നും നടക്കൂല കുട്ടികളെ. എന്നിട്ട് ഇങ്ങോട്ട് പറയാണ്, SKSSFകാര് ഭയങ്കരമായിട്ട് തെറി പറയുന്നവരാണ്. ഒരാരും തെറിയൊന്നും പറയുന്നില്ല, തീരെ തെറി. രണ്ടു കൂട്ടരും കൂടി ഈ പറയുന്ന തെറിയൊന്ന് കൂട്ടിവെക്കും. ഇതേതാ സ്ഥലം? ഇത് എടരിക്കോട്. ഈ എടരിക്കോട് വെച്ച് 90കളിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. സുന്നി പുസ്തകങ്ങൾക്ക് വിമർശനമോ എന്ന് ചോദിച്ചിട്ട് കായക്കൊടി ഹനീഫക്കെതിരെ ഒരു മറുപടി ഇവിടെ വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? അന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം നുസ്രത്തുൽ അനാമിൽ വന്നൊരു ലേഖനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമന്റെ ഒരു നേതാവുണ്ട്, നജീബ് മൗലവി, ജമാഅത്തുകാരനായ ഒരു മൗലവി. അദ്ദേഹത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എടരിക്കോട് വെച്ചിട്ട് ഇല്ലാന്ന് നിഷേധിക്കട്ടെ. പരപ്പനങ്ങാടിയിൽ വെച്ച് അദ്ദേഹം പ്രസംഗിച്ചപ്പോ അദ്ദേഹത്തിന് സ്വതക്കത്തുള്ള മുസ്ലിയാരുടെ കുരുത്തക്കേടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നാദാപുരത്ത് വെച്ച് KVM ബന്താവൂര് മാനസിക രോഗിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആലുന്തറ ത്വരീഖത്തിനെ വിമർശിക്കുമ്പോ ഫത്ഹുൽ മുഈനിലുള്ള ഇസ്തിഹ്ബാബുഹു എന്ന ഇബാറത്ത് മജ്ഹൂലിന്റെ മസ്തർ മഅറൂഫിന്റെ മസ്തറാക്കി തെറ്റായി അർത്ഥം വെച്ചിട്ട് പുത്തൂർ ഫൈസിയുടെ പരിഭാഷ ആരോ വായിച്ചപ്പോ പുത്തൂർ ഫൈസി വിവരം കെട്ടാവാന്ന് പറഞ്ഞിട്ടുണ്ട്. നാദാപുരത്ത് വെച്ച് അവിടെ ദർസ് നടത്തിയിരുന്ന കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാരെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ പകരാഴ്ചന്റെ ഒരു ക്ലിപ്പ് ഇട്ടെടുത്തു ഹുസൈൻ സലഫി അവിടുന്ന്. അപ്പൊ പേരോടെന്താ പറഞ്ഞത്? ഏതോ ഒരു അശ്വനി പറഞ്ഞതാ അങ്ങോട്ട് കൊണ്ടുവരുന്നത്, സക്കാഫി ഒന്നും അല്ലല്ലോ എന്നാ ചോദിച്ചത്. എന്നിട്ട് ഇപ്പൊ ചീത്ത പറയുന്ന ആൾക്കാരത്ര, ഇപ്പൊ നന്നാവല്ലേ? എന്തെല്ലാം പറഞ്ഞുകൂട്ടി. അപ്പോ സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. കൂടുതലായിട്ട് പറയുന്നില്ല, വേറെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും ശക്തിയായി പ്രവർത്തിക്കണം. അവസാനം ഇപ്പൊ പറഞ്ഞതെന്താ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചിലപ്പോൾ നേരുണ്ടാകും. അത് കേട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചിലപ്പോൾ നേരുണ്ടാകും എന്ന് പ്രസംഗിച്ച നിങ്ങൾ ആരും കേട്ടില്ലേ? ഇല്ലേ? അതിന്റെ വീഡിയോ ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലം യകുൻ ലഹു നില്ലുൻ അസ്ല, തീരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല എന്ന് എത്ര കിതാബിലുണ്ട്. എന്നിട്ട് ഇപ്പൊ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചിലപ്പോൾ നിഴലുണ്ട്. ഒരു തെളിവുമില്ല. ലോകത്തൊരൊറ്റ പണ്ഡിതനും പ്രസംഗിച്ചിട്ടില്ല, എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതും പറഞ്ഞു സുന്നത്ത് ജമാഅത്ത് നിന്ന് മെല്ലെ മെല്ലെ അകലുകയാണ്. സുന്നിന്റെ പേരിൽ വഹാബിസം കടന്നു വരികയാണ്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ മറ്റാളെന്താ പറഞ്ഞ്? സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആ സിയം വലിയുല്ലാഹിയെ പറ്റി അവിടെ ഒരു പുസ്തകം വന്ന്, ആ പുസ്തകം വന്നപ്പോ ആ പുസ്തകം കണ്ടുകെട്ടണം എന്ന് പറഞ്ഞു മുയ്യിസുന്ന ഉത്തരവിട്ട്. ആ പുസ്തകം കണ്ടുകെട്ടണം എന്ന് വന്നപ്പോ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതിൽ മഹാനായ സിയം വലിയുല്ലാഹിയെ പറ്റി കുതുബുൽ ആലം എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയാൻ പാടില്ല. കുതുബുൽ ആലം എന്ന് പറയാൻ പാടില്ല. മുയ്യിസുന്ന തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ടാ പാടില്ല എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ ഈ പറഞ്ഞ പേരുകൾക്കൊക്കെ ഒക്കെ പറയാൻ പറ്റുമോ? നിങ്ങൾ എന്തെല്ലാം പേരുകൾ പറയുന്നുണ്ട് ഓരോരുത്തർക്ക് ലക്കബലമായിട്ട്, അതൊക്കെ പറ്റുമോ? പിന്നെ സിയം വലിയുല്ലാഹിയെ പറ്റി മാത്രം കുതുബുൽ ആലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്നിട്ട് ആ പുസ്തകം കണ്ടുകെട്ടും. ഇതെല്ലാം തെളിവുകളുണ്ട്, എല്ലാത്തിനും ക്ലിപ്പുകളുണ്ട്. ചോദിക്കട്ടെ, നിങ്ങൾ അതൊന്നുമല്ല കണ്ടുകെട്ടേണ്ടത്. മയിലെത്തുന്നാനെന്ന തെറ്റായ ഫത്വ കൊടുത്ത ഫത്താവ സിസിയെയാണ് നിങ്ങൾ കണ്ടുകെട്ടേണ്ടത്. അതാ കണ്ടുകെട്ടേണ്ടത്. മനുഷ്യന്മാരെ പഴപ്പിക്കരുത്. പിന്നെ പറഞ്ഞെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം അത് കത്തൂല എന്നാണെങ്കിൽ അത് ജീവിതകാലത്താണ്, മരണശേഷം അത് പാതകല്ല. എന്താ കത്തല് മാത്രം അങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശത്തിന് ശിഫയുണ്ടെങ്കിൽ അതും ജീവിതകാലത്ത് മാത്രമാണ്, മരണകാലത്ത് ബാധകമല്ല എന്ന് അവിടെയും പറഞ്ഞൂടെ? പിന്നെ എങ്ങനെയാ വെള്ളം ഉമ്മാക്ക് കൊടുക്കുക? അല്ല, അതിൽ സംസം വെള്ളം കൂട്ടിക്കണല്ലേ? ഇങ്ങനെ കടുത്ത നോണ അങ്ങ് പറയന്നെ. എന്തും സ്വീകരിക്കുമെന്ന വിചാരം. ഇതൊക്കെ പറയാനാ ഞാനും സമസ്തയ്ക്ക് വന്നത്. എന്തും പറഞ്ഞാൽ അംഗീകരിക്കും. അതിനെതിരെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കുക. ഞാനിത് തളിപ്പറമ്പിൽ പ്രസംഗിച്ചപ്പോ എന്റെ നാട്ടിക്ക് ഫോണ്, ഓനെ ഉടൻ സംഘടനയിൽ നിന്ന് പുറത്താക്കണം. അപ്പൊ ഓല് പറഞ്ഞു, ഓ ഇവിടെ സംഘടനയിൽ ഇല്ലല്ലോ. എല്ലാ ചങ്ങായിമാരെ, തൊലാക്ക് ചെല്ലണമെങ്കിൽ ആദ്യം കെട്ടണ്ടേ? അന്യ പെണ്ണിനുണ്ടോ തൊലാക്ക് ചെല്ലല്? അന്യ പെണ്ണിനെ തൊലാക്കല്ലല്? നിങ്ങൾ എവിടുന്നാ പുറത്താക്കുന്നത്? സ്വർഗത്തുനിന്നല്ലോ. സ്വർഗത്തുനിന്നാ? അല്ല, നിങ്ങൾ പറയും SFI മാത്രമേ സ്വർഗത്ത് കിടക്കുള്ളൂ. അല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഏതായാലും ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഇനിയിപ്പോ ഞാനിപ്പോ രണ്ടാളെ ഓർക്കൂടുന്നിട്ടുള്ളൂ. ഷെയ്ഖുൽ ഹദീസ്, അദ്ദേഹം മരണപ്പെട്ടുപോയി. അള്ളാഹു നമ്മെയും അദ്ദേഹത്തെയും സ്വർഗത്തിൽ കടത്തിത്തരുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഫത്വകൾ തൊട്ടിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച പ്രസംഗിക്കേണ്ടി വരും. എന്നിട്ട് ഓല് പറഞ്ഞ്, ഇതൊക്കെ എന്തിനാ നിങ്ങൾ ഈ പൊതുവേദിയിൽ പറയണത്? നിങ്ങൾക്ക് ഓലോട് പോയി ചോദിച്ചൂടെ? നിങ്ങളെ അടുത്ത് തീർത്താൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ നീച്ചു വരാൻ കഴിയൂല. നിങ്ങൾക്കിത് വിൽക്കാൻ പറ്റുമോ? എന്താ നിങ്ങൾ അതാലോചിക്കാത്ത? ഇതെങ്ങനെ നിങ്ങളിങ്ങനെ വിൽക്കുന്നത്? മനുഷ്യന്മാരെ പേപ്പിക്കാൻ പാടില്ലല്ലോ. ഉസ്താദുമാര് മുത്തഅല്ലിമീങ്ങളാണെങ്കിൽ അവര് കിതാബ് നോക്കും. സാധാരണക്കാർക്ക് അതിന് കഴിയൂലല്ലോ. പച്ച മലയാളത്തിലല്ലേ ഇതെല്ലാം എഴുതി വിട്ടിരിക്കുന്നത്.
അപ്പൊ ഇതൊക്കെ നിങ്ങൾ തിരുത്തുകയോ ഇത്തരം പുസ്തകങ്ങൾ പിൻവലിക്കുകയോ ചെയ്യുന്നത് വരെ ഇൻഷാ അല്ലാഹ് പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരുപാട് പറയാനുണ്ട്, പുസ്തകങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഈ പാർത്ത് കട്ടിട്ടുണ്ട്, ഈ പാർത്ത് പൂത്തിയിട്ടുണ്ട്, ഈ പാർത്ത് വെട്ടിമുറിച്ചിട്ടുണ്ട്. വഹാബികൾക്ക് കിതാബ് തിരിയാത്തത് നമ്മുടെയൊക്കെ ഭാഗ്യമെന്ന് പറയാം, അല്ലേ? ഇല്ലെങ്കിൽ ഓല് കക്കിനെ പിടിക്കാനേ പറ്റൂല നമുക്ക്. ഏതാ ത്വരീഖത്ത? നേരത്തെ ത്വരീഖത്ത് ഹക്കായ ത്വരീഖത്താണെങ്കിലും ഞാൻ പോവൂല, ഞാൻ വരൂല, തങ്ങളെത്തി ഞാൻ വന്നേനെ, തങ്ങൾ ഇതിനൊക്കെ എതിർക്കണോണ്ടാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പോര് കാട്ടുന്ന പണി എന്താ? എന്നിട്ട് നോക്കി പറയണ്ട, മുക്ക് കടല കച്ചവടം പോലെ ശൈഖന്മാരല്ലേ, കടല വിറ്റ് വാർത്ത് വിൽക്കുന്നവരെ പോലെ മുക്കിന് ശൈഖന്മാര് എല്ലാരും ശൈഖന്നെ. ശൈഖ് കുറഞ്ഞ പരിപാടിയൊന്നുമില്ല, എല്ലാരും തെരീക്കത്ത് കൊടുക്ക തന്നെ. കുറെ ആള് വാങ്ങലും കൊടുക്കലും വാങ്ങലും. ഈ സാധുവിനറിയോ എന്താ ശൈഖ്? ഈ തെരീക്കത്ത് വാങ്ങാൻ പോയി എന്ന് പറഞ്ഞവരറിയോ എന്താ തെരീക്കത്ത്? ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഖാദിരിയ തരീഖത്തിലും നഖ്ശബന്ദിയ തരീഖത്തിലും മാത്രമല്ല റിഫാഇയ തരീഖത്തിലും 3 തരീഖത്തിലും ഉള്ള ഒരു പ്രത്യേകമായ ചുരുങ്ങിയ ദിക്ർ ഞാൻ പറയുമ്പോൾ നിങ്ങളൊക്കെ ചെല്ലണം. ചെല്ലുമോ ആഗ്രഹമുള്ളവരൊക്കെ അസ്തഗ്ഫിറുല്ലാഹൽ അസീം. മുക്കിന് കടല വിൽക്കുന്നത് പോലെ ത്വരീഖത്ത് കൊടുക്കാണ്, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് പിന്നെ ത്വരീഖത്ത് കൊടുക്കുന്നത് സമ്മേളനത്തിലാണ് ത്വരീഖത്ത് കൊടുക്കുന്നത്. എന്തിനാ ഇങ്ങനൊക്കെ പറയാൻ നിൽക്കുന്നത്? എന്താ ഇതിനൊക്കെ ആവശ്യമുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒക്കെ ഒരു ഫോർമാലിറ്റീസ് ഷെയിൻ ചെയ്യാ. അതല്ലേ ആ പൊട്ടിക്കരഞ്ഞ് ദ്വാരുന്നിട്ട് മേലെ വന്ന് ചോദിക്കുക എങ്ങനെയുണ്ട് എന്റെ ദുആ. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കണ്ടേ, അല്ല കബൂലാക്കണ്ടേ? പച്ചയായൊരു മനുഷ്യനായി ജീവിച്ചുകൂടെ? ഇവിടുത്തെ കർമ്മ പദ്ധതിയിൽ ഒരു പ്രധാനമായി പറഞ്ഞ ഒന്നാണ് എല്ലാ സ്ഥാപനങ്ങളും SYSന്റെ പേരിലാക്കി മാറ്റണം. അതെന്തിനാണെന്നറിയോ? അതുപോലെ കാരണം പറയുന്നുണ്ട്, ഈ പ്രസ്ഥാനത്തിന്റെ ഉപ്പും ചോറും തിന്നിട്ട് ഗൾഫിൽ പോയി പിരിവ് നടത്തിയിട്ട് ഓരോരുത്തർ സ്ഥാപനം തുടങ്ങി, സ്ഥാപനം വലുതാകുമ്പോൾ പ്രസ്ഥാനത്തെ തള്ളിപ്പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സ്ഥാപനം SYSന്റെ പേരിലാക്കണം. എന്നാലോ നാളെ നിങ്ങൾ ഞങ്ങളെ പറഞ്ഞാൽ നിങ്ങളെ പുറത്താക്കും, സ്ഥാപനം ഞങ്ങൾ എടുക്കും. അതിന്റെ മഫ്ഹൂമ്. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് വെയിറ്റ് ആൻഡ് സീ, കാത്തിരുന്ന് കാണാം. സിംഹം കണ്ണടച്ചാൽ പുലികളും നരികളും കടുവകളും കങ്കാരികളും കീറിമുറിച്ചു തിന്നുന്നൊരവസ്ഥയായിരിക്കും വരിക. അള്ളാഹു സമൂഹത്തെ രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബഹുമാനങ്ങളെ, നമ്മുടെ നമസ്കാരം ആരംഭിക്കുകയാണ്. നിസ്കാരത്തിനായി ഓഡിറ്റോറിയത്തിന്റെ മധ്യത്തിൽ വിശാലമായ തയ്യാറ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആളുകളും ഓഡിറ്റോറിയത്തിന്റെ മധ്യത്തേക്ക് ഇറങ്ങി നമ്മുടെ അസർ നമസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കേണ്ടതാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ വ്യാജഭാഷ വെള്ളം കുടിച്ച് വെളിവില്ലാതെ ഗുജറാത്ത് കലാപം അറിയില്ല എന്ന് പറയുന്ന കാന്തപുരത്തിന്റെയും പെരും നുണകൾ കൊണ്ട് സത്യത്തെ ചവിട്ടിമതിച്ച് മിമിക്രി കളിക്കുന്ന ബലൂൺ സക്കാഫുകളുടെയും തനി നിറം തുറന്നു കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് രാമൻപള്ളി സദസ്സിനെ അഭിസംബോധനം ചെയ്യും. മുഴുവൻ ആളുകളും അസറസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ മഹത്തായ ഗോപിന് വന്നിരുന്ന് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. താഴ്ഭാഗത്ത് ഉദവ് ചെയ്യാൻ 2 ഹൗല് പ്രത്യേകം തയ്യാർ ചെയ്തിട്ടുണ്ട്. ഇവിടെ സൗകര്യം നിൽക്കാൻ കഴിയാത്തവർ പള്ളി തൊട്ടുമ്പോൾ മുമ്പായി ഒരു പള്ളിയുണ്ട്, പള്ളിയിലും പോയി നിസ്കരിക്കാവുന്നതാണ്. പരമാവധി സഹകരിച്ച് പരിപാടിയുമായി സഹകരിക്കണമെന്ന് അറിയിക്കുന്നു.
वो गाड़ी में हम टैक्सी में कार में आते हैं। हाँ 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 मिलेगा। अभी हमने सीढ़ी में ऊपर क्या करना है वो करते हैं।